ഓം ശാന്തി. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അലങ്കാരം പവിത്രതയാണ്. അതാണ് മുരളിയുടെ സാരം. 24/1/2021 17/10/87 റിവിഷൻ ക്ലാസ്സാണ്. 17/10/87. ബ്രാഹ്മൺ ജീവൻ കാ ശൃംഗാർ പവിത്രത. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അലങ്കാരം പവിത്രതയാണ്. ദേവീദേവന്മാരുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാറില്ലേ? കണ്ണ് താമരയുടെ ഇതൾ പോലെയുള്ള കണ്ണാണ്, തൊണ്ടിപ്പഴം പോലത്തെ ചുമന്ന ചുണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സൗന്ദര്യം, സത്യത്തിൽ സൗന്ദര്യമുണ്ട്, പക്ഷെ ആ സൗന്ദര്യം അവർക്ക് കിട്ടിയത് ആത്മാപവിത്രമായതുകൊണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ സൗന്ദര്യം പവിത്രതയാണ്. അത് ഇപ്പോൾ തന്നെ നമ്മൾ ധാരണ ചെയ്യണം. ഇന്ന് ബാബ്ദാദ വിശ്വത്തിൻ്റെ ഓരോ കോണിലുള്ള വിശേഷിച്ച് ഭാവിയിലെ പൂജനീയ സന്താനങ്ങളെ കാണുകയാണ്. സാരേ വിശ്വമേസെ കിറ്റ്നെ തോടെ അമൂല്യ രത്തൻ പൂജനീയ ബനേഹെ. മുഴുവനും ലോകത്തിൽ 800 കോടി ആൾക്കാരുണ്ട്. അതിൽ എത്ര വിരളം പേരാണ്, അല്ലെ? വെറും 108 പേര്, അതിലും 8 പേര്. എത്ര വിരളം പേരാണ് അമൂല്യവും പൂജിക്കത്തക്കവരും ആകുന്നത്. പൂജനീയ ആത്മ വിശ്വക്കയിലെ വിശേഷ് ജഹാൻ കെ നൂർ ബൻ ജാത്തെ ഹെ. പൂജിക്കത്തക്ക ആത്മാക്കളെ ഈ ലോകത്തിൻ്റെ കണ്ണിൻ്റെ വെളിച്ചമാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്. ജैसे ഈ ശരീർ മേ നൂർ നഹി തോ ജഹാൻ നഹി. എങ്ങനെ ഈ ദേഹത്തിൽ ആത്മാവാകുന്ന പ്രകാശമില്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകമേ ഇല്ല. അയാൾ മരിച്ചു വെച്ചാൽ അയാളെ സംബന്ധിച്ച ലോകം തന്നെ ഇല്ല. അതേപോലെ വിശ്വത്തിൻ്റെ പൂജനീയ ഭൂമിയുടെ പ്രകാശമായിട്ടുള്ള നമ്മളില്ലെങ്കിൽ ഈ ഭൂമിയേ ഇല്ല. ശ്രേഷ്ഠ ആത്മാക്കളില്ലെങ്കിൽ ഈ വിശ്വത്തിന് ഒരു മഹത്വം ഉണ്ടായിട്ടുണ്ടാവില്ല. സ്വർണ്ണയുഗ ആദിയുഗ സദോപ്രധാന യുഗ്. സ്വർണിമ യുഗം, ആദിയുഗം, സദോപ്രധാന യുഗം എന്ന് പറയാം, പുതിയ ലോകം എന്ന് പറയാം. വിശേഷ ആത്മാക്കളായ നിങ്ങളിലൂടെയാണത് ആരംഭിക്കുന്നത്. നയ വിശ്വയ്ക്ക് ആധാരമൂർത്ത്, പുതിയ ലോകത്തിൻ്റെ ആധാരമൂർത്തികൾ പൂജനീയ ആത്മാക്കളായ നിങ്ങളാണ്. അപ്പോൾ ആത്മാക്കളായ നിങ്ങൾക്ക് എത്ര മഹത്വമുണ്ട്, അല്ലേ? ഈ സൃഷ്ടിക്ക് എത്ര മഹത്വമുണ്ട്. ഈ സൃഷ്ടിയുടെ മഹത്വം, അത്രയും മഹത്വം ഉണ്ടായത് ഒന്ന് ശിവബാബ കാരണം, രണ്ടാമത് പൂജനീയ ആത്മാക്കളായ നമ്മൾ കാരണമാണ്. എത്ര കവികൾ ഈ സൃഷ്ടിയുടെ എല്ലാറ്റിനെക്കുറിച്ചും പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്, മനുഷ്യരെക്കുറിച്ച് പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. ദേവന്മാർക്ക് എത്ര പ്രശംസയാണ്. മഹാത്മാക്കൾ, ശ്രേഷ്ഠാത്മാക്കളെക്കുറിച്ചൊക്കെ എത്ര ബുക്കുകൾ ആൾക്കാർ എഴുതിയിരിക്കുന്നത്, എത്ര പ്രശംസയാണ്. പക്ഷികളും ചെടികളും മൃഗങ്ങളും സസ്യങ്ങളും വായുവും വെള്ളവും എല്ലാറ്റിനെയും പ്രശംസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശംസയ്ക്ക് കാരണം ഒന്ന് ശിവബാബ. രചയിതാവിൻ്റെ കഴിവിനനുസരിച്ചുള്ള രചന ഉണ്ടാവുക. അടുത്തത് രചയിതാവിനോടൊപ്പം സഹകരിച്ച, രചനയുടെ സമയത്ത് സഹയോഗം കൊടുത്ത ആത്മാക്കളായ നമ്മൾ. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മഹത്വത്തിന് കാരണം പൂജനീയ ആത്മാക്കളായ നമ്മളാണ്. പൂജനീയ ആത്മാക്കളായ നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം, പ്രകാശം. ആപ്കി ചടുത്തി കല വിശ്വക്കോ ശ്രേഷ്ഠ കലാമേ ലാനേക്ക് നിമിത് ബൻതി ഹെ. നമ്മളുടെ ഉയരുന്ന കല മുഴുവനും ലോകത്തിനെ ശ്രേഷ്ഠ കലയിലേക്ക് കൊണ്ടുപോകുന്നതിന് നിമിത്തമാകുകയാണ്. ആപ്പ് ഗിർത്തി കലമേ ആത്തെ ഹോ തോ സംസാർ കി ബി ഗിർത്തി കല ഹോത്തി ഹെ. നിങ്ങൾ വീഴുന്ന കലയിലേക്ക് വരുമ്പം ഈ ലോകവും വീണുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ദ്വാപരകം തൊട്ടിട്ട് നമ്മൾ വികാരങ്ങൾക്ക് അടിമയായപ്പം ലോകം ഇങ്ങനെയായി. അപ്പോൾ പരിവർത്തന ഹോത്തെ ഹോത്തെ വിശ്വ പരിവർത്തന ഹോത്ത ഹെ. നമ്മൾ സാധാരണ മാനവനിൽ നിന്ന് നാരായണനാകുമ്പം ലോകവും ദേവലോകമായിട്ട് മാറുകയാണ്. ഇതേ മഹാൻ ഓർ മഹത്വലി ആത്മായഹം. അത്രത്തോളം മഹാന്മാരും മഹത്വമുള്ളതുമായിട്ടുള്ള ആത്മാക്കളാണ് നിങ്ങൾ. ആജ് ബാബ്ദാദ സർവ ബച്ചോങ്കോ ദേഖ് രഹേ തെ. ഇന്ന് ബാബ്ദാദ തൻ്റെ ഓരോ കുട്ടിയെയും നിരീക്ഷിക്കുകയായിരുന്നു. ബ്രാഹ്മൺ ബന്ന അർത്ഥാത് പൂജ്യ ബന്ന. ബ്രാഹ്മണനാകാൻ അർത്ഥം എന്താ? പൂജനീയരാണ്. ഭക്തിയിലും ബ്രാഹ്മണരെ പറയുന്നത് ഭൂസുരന്മാർ, ഈ ഭൂമിയിലെ ദേവന്മാരാണെന്നാണ് പറയുക. പൂജനീയരാണ്. ക്യോങ്കി ബ്രാഹ്മൺ സോ ദേവതാ ബനത്തെ. എന്താ വെച്ചാൽ ബ്രാഹ്മണരായാലേ ദേവതയാകാൻ പറ്റൂ. അതുകൊണ്ട് ബ്രാഹ്മണർ ദേവതകളാകുന്നവരാണ്. ഓർ ദേവത അർത്ഥാത് പൂജനീയ. ദേവന്മാർ പൂജിക്കത്തക്കവരാണ്. സബി ദേവതായെ പൂജനീയത്വ ഹെ, ഫിർ ബി നമ്പർ വാർ ജറൂർ ഹെ. ദേവന്മാർ നമ്പർ വാറൊക്കെ ആണെങ്കിലും എല്ലാ ദേവന്മാരും പൂജനീയർ തന്നെയാണ്. കിൻ ദേവതാവും കി പൂജ വിധിപൂർവക് ഓർ നിമിത്ത രൂപ സെ ഹോത്തി ഹെ. ചില ദേവതകളുടെ പൂജ വിധി പ്രകാരം, പിന്നെ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ആ വിധി അനുസരിച്ചിട്ട് നിമിത്ത രൂപത്തിൽ നടക്കുന്നുണ്ട്. ചിലർക്ക് വിധിപൂർവത്തിലും അതേപോലെ നിയമിതമായിട്ടുള്ള രൂപത്തിലല്ല, നിയമം തെറ്റിച്ചിട്ടാണ്. കിനോക്ക് ഹർ കർമ്മ കി പൂജ ഹോത്തി ഹെ. ചില ദേവന്മാരുടെ ഓരോ കർമ്മത്തിനും പൂജയുണ്ട്. രാവിലെ ഉണർത്തുന്നത് തന്നെ ഉണർത്തുപാട്ട് പാടിയിട്ടാണ്.
രാത്രി ഉറക്കുന്നത് തന്നെ ഉറക്ക പാട്ട് പാടിയിട്ടാണ്, തൊട്ടിലെടുത്ത് തൊട്ടിൽ സേവ ചെയ്തിട്ടാണ്. രാവിലെ കുളിക്കുന്നതിന് പൂജയുണ്ട്, അഭിഷേകത്തിന് പൂജയുണ്ട്, അലങ്കാരത്തിന് പൂജയുണ്ട്, ആഹാരം കഴിക്കുന്നതിന് പൂജയുണ്ട്. और किन्नों के हर कर्म की पूजा नहीं होती. പിന്നെ ചില ദേവന്മാർക്ക് എല്ലാ കർമ്മത്തിനൊന്നും പൂജയില്ല. कोई का विधि पूर्वक हर रोज़ श्रृंगार होता है. ചില ദേവതകൾക്ക് വിധി പ്രകാരം ദിവസവും അലങ്കാരമുണ്ട്. ചിലർക്കാണെങ്കിൽ എന്നൊന്നും അലങ്കാരമില്ല, അല്ലെങ്കിൽ രാവിലെ ചെയ്തു പിന്നെ വൈകുന്നേരം. ചില ദേവന്മാർക്ക് അങ്ങനെയല്ല, രാവിലെയും വൈകുന്നേരവും ഇടയ്ക്കും 6 കാല പൂജയാണ് ചില ക്ഷേത്രങ്ങളിൽ വിശേഷിച്ചിട്ട്. 6 പ്രാവശ്യം 6 അലങ്കാരങ്ങളിൽ ദർശനം തരും. ചിലർക്ക് മേലെ മേലെ കുറച്ച് അലങ്കരിച്ചു, ഒരു മാലയിട്ടു, ഒരു വിളക്കും കൊളുത്തി വെച്ചു. ചിലർക്ക് അങ്ങനെയാണ്, വിധി പ്രകാരമല്ല. കൊയ്ക്ക് ആകെ സാരാ സമയം കീർത്തന ഹോത്ത ഹെ. ചില ദേവന്മാരുടെ മുന്നിൽ എപ്പോഴും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കും ഭക്തന്മാർ. അവർ ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കീർത്തനങ്ങൾ പാടും, എന്തെങ്കിലും ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തിട്ട് പാട്ടിട്ട് ഇടും, അത് പാടിക്കൊണ്ടിരിക്കും. മനുഷ്യരുണ്ടാവില്ല. ഇൻ സബിക്ക കാരൻ ക്യാ ഹെ. ഇതിനെന്താണ് കാരണം? എന്താ ഈ വ്യത്യാസം വരാൻ കാരണം? ബ്രാഹ്മൺ തോ സബി കഹലാത്തെ ഹെ. എല്ലാവരും ബ്രാഹ്മണർ തന്നെയാണ്. ജ്ഞാൻ യോഗിക്ക് പഠായി ബി സബി കർത്തെ ഹെ. ജ്ഞാനയോഗത്തിൻ്റെ പഠിപ്പും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഫിർ ബി ഇറ്റ്ന അന്തർ ക്യോ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്ര വ്യത്യാസം? ധാരണ കർണമേ അന്തർ ഹെ. എന്തുകൊണ്ടാണ്? ധാരണ ചെയ്യുന്ന കാര്യത്തിലാണ് അന്തരം. ഫിർ ബി വിശേഷ് കോൺസി ധാരണാവും കെ ആധാർ പർ നമ്പർ ഹോത്തെ ഹെ. എങ്കിലും വിശേഷിച്ച് ഏത് ധാരണയുടെ കാരണമാണ് അന്തരം ഉണ്ടായത് അറിയാമോ? പൂജനീയ ബന്യ ക വിശേഷ ആധാർ പവിത്രത കെ ഊപ്പർ ഹെ. പൂജനീയരാകുന്നതിനുള്ള വിശേഷ ആധാരം പവിത്രതയാണ്. ജിത്ന സർവ്വപ്രകാരക്ക് പവിത്രതക്കോ അപനാത്തെ ഹെ. എത്രത്തോളം സർവ്വപ്രകാരത്തിലുള്ള പവിത്രതയെ സ്വന്തമാക്കുന്നുണ്ടോ അത്രത്തോളം സർവ്വപ്രകാരത്തിലുള്ള പൂജ ലഭിക്കും. ഇതിപ്പോൾ പവിത്രത കാരണമാണ് പൂജ കിട്ടുന്നത്. സന്യാസിമാരും പവിത്രത പാലിക്കുന്നതുകൊണ്ടാണ് അവരെ ആൾക്കാർ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നത്, പാദം നമസ്കരിക്കുന്നത്, പാദം തൊട്ട് വന്ദിക്കുന്നത്. അതേപോലെ ദേവന്മാരും നമ്മളെപ്പോലെ തന്നെ കയ്യും കാലും കണ്ണും മുഖമൊക്കെ അവർക്ക് നമ്മളെപ്പോലെ തന്നെയാണ്. ശരീരം മനുഷ്യരുടെ ദേഹം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർ പൂജനീയർ, മനുഷ്യർ പൂജിക്കത്തക്കവർ? അവർ പവിത്രമാണ്. പിന്നെ പവിത്രതയുടെ ഡിഗ്രിക്കനുസരിച്ചിട്ടാണ് പൂജയുടെയും അളവ്. നിരന്തര വിധിപൂർവ്വം ചിലരുടെ പൂജ നിരന്തരമുണ്ട്, വിധി പ്രകാരമുണ്ട്. അനാദി വിശേഷ ഗുൺ കെ രൂപ സേ പവിത്രത കോ സഹജ അപനാത്തെ. ആരാണോ അനാദിയായിട്ടുള്ള വിശേഷ ഗുണമായിട്ടുള്ള പവിത്രതയെ സഹജമായിട്ട് തന്നെ ധാരണ ചെയ്തത്, പവിത്രത ധാരണ ചെയ്യാനായിട്ട് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് കഷ്ടപ്പെട്ട് അറ്റൻഷൻ വെച്ചിട്ട് സപ്രസ് ചെയ്തിട്ടല്ല, പിന്നെ എൻ്റെ അനാദി ഗുണമാണ് പവിത്രത എന്ന് മനസ്സിലായതുകൊണ്ട് ഒരു കഷ്ടപ്പാടുമില്ല, ഒരു കൺട്രോളും ചെയ്യേണ്ട ആവശ്യമില്ല, നാച്ചുറലായിട്ട് പവിത്രതയുണ്ട്. വഹി വിധി പൂർവ്വക് പൂജ്യ ബനത്തെ. അവർക്കാണ് വിധി പ്രകാരം പൂജ കിട്ടുന്നത്. സർവ്വപ്രകാർക്ക് പവിത്രത ക്യാ ഹെ. എല്ലാ രീതിയിലുള്ള പവിത്രത എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ജോ ആത്മായ സഹജ് സ്വത ഹർ സങ്കല്പമേ. ഏതൊക്കെ ആത്മാക്കളാണ് സഹജമായി തന്നെ സ്വാഭാവികമായി തന്നെ ഓരോ സങ്കല്പത്തിലും ഓരോ വാക്കിലും ഓരോ കർമ്മത്തിലും സർവ്വ അർത്ഥാത് ജ്ഞാനി ഓർ അജ്ഞാനി ആത്മായെ, ജ്ഞാനികളോടായിക്കോട്ടെ അജ്ഞാനികളോടായിക്കോട്ടെ സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന ഓരോരുത്തരോടും വൃത്തിയും ദൃഷ്ടിയും വൈബ്രേഷനും എല്ലാം യഥാർത്ഥവും അങ്ങനെ യഥാർത്ഥമായിട്ടുള്ള രീതിയിലാണ് സംബന്ധ സമ്പർക്കത്തിൽ ഇടപെടുന്നതുണ്ടെങ്കിൽ ഈസ്കോ ഹി സർവ്വപ്രകാർക്ക് പവിത്രത കഹത്തെ. അതിനെയാണ് സർവ്വപ്രകാരത്തിലുള്ള പവിത്രത എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? വൃത്തി ദൃഷ്ടി വൈബ്രേഷൻസ്, അതെല്ലാം വൃത്തിയും ദൃഷ്ടിയും വൈബ്രേഷനും ഒക്കെ അങ്ങനെ ഉണ്ടാവണം. പിന്നെ ഓരോ സങ്കല്പം വാക്ക് കർമ്മത്തിലും പവിത്രത ഉണ്ടായിരിക്കണം. പിന്നെ അതെങ്ങനെ പ്രാക്ടിക്കലാക്കണം? സ്വാഭാവികമായിട്ട് സഹജമായിട്ട് എൻ്റെ അനാദി ഗുണം പവിത്രതയാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ളവർക്കാണ്, അതാണ് സർവ്വപ്രകാരത്തിലുള്ള പവിത്രത. സ്വപ്ൻ में भी स्वयं के प्रति व अन्य कोई आत्मा के प्रति सर्व प्रकार की पवित्रता में से कोई कमी ना हो. സ്വപ്നത്തിൽ പോലും തന്നെ പ്രതി ആയിക്കോട്ടെ മറ്റുള്ള ആത്മാക്കളെ പ്രതി ആയിക്കോട്ടെ ഇങ്ങനെയുള്ള സർവ്വപ്രകാരത്തിലുള്ള പവിത്രതയിൽ അല്പം പോലും കുറവുണ്ടാകരുത്. मानो स्वप्न में भी ब्रह्मचर्य खंडित होता है, वह किसी आत्मा के प्रति किसी भी प्रकार की ഈർഷ്യ. സ്വപ്നത്തിലെങ്കിലും പവിത്രത ഖണ്ഡിക്കപ്പെട്ടു എന്നിരിക്കട്ടെ, ഏതെങ്കിലും ആത്മാവിനെ പ്രതി നമുക്ക് ലേശം അസൂയ ഉണ്ടായിരുന്നിരിക്കട്ടെ, ബ്രഹ്മചര്യം ഖണ്ഡിക്കപ്പെട്ടു എന്നിരിക്കട്ടെ. ഇനി ബ്രഹ്മചര്യം പോട്ടെ, അത് ഉണ്ട്, പക്ഷെ അസൂയെങ്കിലും ഉണ്ടെങ്കിൽ ആരുടെങ്കിലും ലേശം ആവേശം വന്നു എന്നിരിക്കട്ടെ, അതും പവിത്രതയുടെ ഉള്ളിൽ വരുന്നതാണല്ലോ. അതും ആവേശം വരാൻ പാടില്ല. ആവേശത്തിന് വശമതിനായിട്ട് കർമ്മം ചെയ്തു എന്നിരിക്കട്ടെ, അങ്ങനത്തെ സംസാരം വന്നു എന്നിരിക്കട്ടെ, ക്രോധത്തിൻ്റെ അംശരൂപത്തിലെങ്കിലും ക്രോധം പെരുമാറ്റത്തിലുണ്ടായിരുന്നിരിക്കട്ടെ. तो इसको भी पवित्रता का खंडन माना जाएगा. അതിനെയും പവിത്രത ഖണ്ഡിക്കപ്പെട്ടു എന്നാണ് പറയാം.
सोचो, जब स्वप्न का भी प्रभाव पड़ता है तो साकार में किए हुए कर्म का कितना प्रभाव पड़ता होगा. സ്വപ്നത്തിന് പോലും വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ സാകാരത്തിൽ ചെയ്ത കർമ്മത്തെക്കുറിച്ച് പറയണോ. इसलिए खंडित मूर्ति कभी पूजनीय नहीं होती. അതുകൊണ്ട് ഖണ്ഡിക്കപ്പെട്ട മൂർത്തി ആരും പൂജിക്കാറില്ല. ഏതെങ്കിലും ഒരു ചെറിയ വിരലിൻ്റെ അറ്റമെങ്കിലും പൊട്ടിയ, മൂക്കിൻ്റെ അറ്റമെങ്കിലും പൊട്ടിയ, ചെവിയുടെ ഒരു ചെറിയ, കാണുന്നവർക്ക് ഒന്നും കാണാൻ പറ്റില്ല, അത്ര ചെറിയൊരു കഷ്ണം പൊട്ടിയത് എന്നിരിക്കട്ടെ, എന്നാൽ പോലും പൂജിക്കപ്പെടില്ല ഖണ്ഡിക്കപ്പെട്ടാൽ. ഖണ്ഡിത് മൂർത്തിയ മന്ദിരമേ നെഹിരത്തി. ഖണ്ഡിക്കപ്പെട്ട മൂർത്തിയെ ക്ഷേത്രത്തിലും വയ്ക്കില്ല. ആജ്കൽ കെ മ്യൂസിയം മേ രഹത്തി ഹെ. മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് പറയും ഇന്ന രാജാവിൻ്റെ കാലത്ത് ഇത്രാമത്തെ നൂറ്റാണ്ടിൽ ഭാരതത്തിലുള്ളവർ ഇങ്ങനത്തെ ശില്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കൊണ്ട് അവിടെ കൊണ്ടുപോയി വയ്ക്കും. വഹാ ഭഗത് നെഹി ആത്തെ. അവിടെ ഭക്തന്മാരൊന്നും പോയിട്ട് പൂജിക്കില്ല, കീർത്തനങ്ങൾ പാടില്ല, നൈവേദ്യം സമർപ്പിക്കില്ല. സിർഫ് യഹി ഗായൻ ഹോത്ത ഹെ കി ബഹുത് പൂജനീയ മൂർത്തിയാ ഹെ ബസ്. ജസ്റ്റ് വർണ്ണിക്കും, ഇവരെ പൂജിക്കത്തക്ക ദേവതകളുടെ മൂർത്തിയാണ് എന്ന് പ്രശംസിക്കും, വർണ്ണിക്കും. ഉനോനെ സ്ഥൂൽ അംഗോം കെ ഖണ്ഡിത് കർ ദിയ ഹെ. അവർ സ്ഥൂലമായിട്ടുള്ള അംഗമാണ് ഖണ്ഡിക്കപ്പെട്ടതായിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷേ സംഗമയുഗത്തിൽ പുരുഷാർത്ഥം ചെയ്യുമ്പം ഏതെങ്കിലും ഒരു വികാരം ഉണ്ടെങ്കിൽ അത് ജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പവിത്രതയിൽ ഖണ്ഡിക്കപ്പെട്ടു. പൂജിക്കത്തക്ക അർഹത ആ ശില്പത്തിന് നഷ്ടപ്പെട്ടതുകൊണ്ട് അത് ശില്പമാണ്. പക്ഷെ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? സംഗമയുഗത്തിൽ പുരുഷാർത്ഥം ചെയ്യുന്ന സമയത്ത് പവിത്രതയിൽ ഏതോ വികാരം, ഒന്നുകിൽ അസൂയായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ബ്രഹ്മചര്യമായിരിക്കാം, സ്വപ്നത്തിലെങ്കിലും ഖണ്ഡിക്കപ്പെട്ടാൽ അവരുടെ മൂർത്തിയാണ് ഇങ്ങനെ മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്ന മൂർത്തിയായിട്ട് കാണിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഏതെങ്കിലും രീതിയിലെ പവിത്രതയാണ് ഖണ്ഡിക്കപ്പെട്ടത്. പൂജ്യ പദസെ ഖണ്ഡിത് ഹോ ജാത്തെ ഹെ. അവർക്കപ്പോൾ പൂജ്യ പദവിയിൽ നിന്ന് അവർ ഖണ്ഡിക്കപ്പെടും. ऐसे चारों प्रकार की പവിത്രത, ഇപ്രകാരം നാനാ രീതിയിലുമുള്ള പവിത്രത വിധിപൂർവമാണെങ്കിൽ പൂജയും വിധിപ്രകാരം ലഭിക്കും. മൻ വാണി കർമ്മ ഓർ സ്വപ്ൻ മേ ബി പവിത്രത. മനസ്സിൽ പവിത്രത, വാക്കിൽ, കർമ്മത്തിൽ, സ്വപ്നത്തിൽ പോലും പവിത്രത ഉണ്ടായിരിക്കണം. ഈസ്കോ कहते हैं സമ്പൂർണ്ണ പവിത്രത. അതിനെയാണ് സമ്പൂർണ്ണ പവിത്രത എന്ന് പറയുന്നത്. ദൃഷ്ടിയിലും വൃത്തിയിലും ഒക്കെ പവിത്രത ഉണ്ടായിരിക്കണം. കൈ ബച്ച അൽബേലെപ്പൻ में आने के कारण चाहे बड़ों को चाहे छोटों को इस बात में चलाने की कोशिश करते हैं. ചില കുട്ടികൾ അശ്രദ്ധ കാരണം, മുതിർന്നവരെ ആയിക്കോട്ടെ ചെറിയവരെ ആയിക്കോട്ടെ, ഈ വിഷയത്തിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒന്ന് ഇങ്ങനെയൊക്കെ എല്ലാവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ലേശം ഏറ്റക്കുറച്ചിലുണ്ടാക്കാൻ വിചാരിക്കാറുണ്ട്, പരിശ്രമിക്കാറുണ്ട്. മേരി ഭാവ് बच्चे अलबेलेपन में आने के कारण चाहे बड़ों को चाहे छोटों को इस बात में चलाने की कोशिश करते हैं. मेरे भाव बहुत अच्छा है. മുതിർന്നവരോട് ചിലപ്പോൾ, അല്ലെങ്കിൽ ചെറിയവരോട്, തന്നെക്കാൾ ചെറിയവരോട് കുഴപ്പമൊന്നുമില്ല, അത്രയൊക്കെ മതി, ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ ശ്രമിക്കും. പറയാണ് എൻ്റെ ഭാവം നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ഉദ്ദേശം അതൊന്നും ആയിരുന്നില്ല. മേരി എയിം ഏസെ നഹി തി. എൻ്റെ ലക്ഷ്യം അതൊന്നും ആയിരുന്നില്ല. ലേക്കിൻ ഹോ ഗയ. പക്ഷെ സംഭവിച്ചു. യാ कहते हैं कि ഹസി മജാക് മേ കഹ ദിയ. അല്ലെങ്കിൽ പറയും തമാശയിൽ പറഞ്ഞതാണ് എന്ന്, അഥവാ കർലിയ, ഒരു തമാശയായിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. യഹ് ബി ചലാന ഹെ ഇസ്ലിയെ പൂജ ബി ചലാനെ ജെസി ഹോത്തി ഹെ. ഇങ്ങനെയൊക്കെ പറയാൻ ചേർത്ത് എന്താ? ചലാന. പെട്രോൾ ഇല്ലാത്ത വണ്ടി തള്ളി തള്ളി കൊണ്ടുപോകില്ല, അതുപോലെ. പക്ഷേ അതുകൊണ്ട് പൂജയും അതുപോലെ അവർ പേരിന് ചെയ്യും, വഴിപാട് നടത്തുക എന്നൊക്കെ പറയില്ലേ, ജസ്റ്റ് പേരിന് ചെയ്യും. ഈ അൽബേലെപ്പൻ സമ്പൂർണ്ണ പൂജ്യസ്ഥിതിക്കോ നമ്പർ വാർമേ ലേ ആത്ത ഹെ. ഇവിടെ അശ്രദ്ധ കാണിച്ചതുകൊണ്ട് വികാരങ്ങളെ മനസ്സാ വാച കർമ്മണ ദൃഷ്ടി വൃത്തി ഭാവം സ്വപ്നത്തിൽ പോലും വേരോട് വംശസഹിതം പിഴുതു കളയുന്ന കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചതുകൊണ്ട് പൂജയിലും പൂജ ചെയ്യുന്നവർ അശ്രദ്ധ കാണിക്കും, ഭക്തന്മാർ അശ്രദ്ധ കാണിക്കും. യഹ് ബി അപവിത്രതാക്കെ കാത്തമേ ജമാ ഹോത്ത ഹെ. അതുകൊണ്ട് തമാശന് പറഞ്ഞാണ് എൻ്റെ ഭാവം നല്ലതായിരുന്നു, ഒരു കളിക്ക് അല്ലെങ്കിൽ തമാശന് ഞാൻ അങ്ങ് ചെയ്തതാണ്, അത് കാര്യമാക്കണ്ട എന്നൊക്കെ പറയാൻ ചേർത്തെന്താ? ഇതും അപവിത്രതയുടെ കണക്കിൽ പെട്ടുപോകും. സുനയന പൂജ്യ പവിത്ര ആത്മാവോക്ക് നിശാനി യഹി ഹെ. അതുകൊണ്ട് പറഞ്ഞ പൂജ്യ പവിത്ര ആത്മാക്കളുടെ അടയാളം ഇതാണ്. ഉനോക്കി ചാറോ പ്രകാരക്ക് പവിത്രത സ്വാഭാവിക്. അവരുടെ എല്ലാ രീതിയിലുള്ള പവിത്രത സ്വാഭാവികമായിരിക്കും, കൺട്രോൾ ചെയ്യേണ്ട, അറ്റൻഷൻ വെക്കേണ്ട, നാച്ചുറലി അവരങ്ങനെയാണ്. സ്വാഭാവികമായിരിക്കും, സഹജമായിരിക്കും, സദാ ഉണ്ടായിരിക്കും. ഇടയ്ക്ക് ലേശം ഇടയ്ക്കെങ്കിലും പരീക്ഷ തോറ്റുപോയില്ല, സദാ.
उनको सोचना नहीं पड़ेगा लेकिन പവിത്രതയ്ക്ക് ധാരണ സ്വതः യഥാർത്ഥ അവർക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, നിയമം ഇതാണ്, നിയമം തെറ്റിക്കാൻ പാടില്ല, ഒന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പവിത്രതയുടെ ധാരണ സ്വാഭാവികമായി തന്നെ ഉണ്ടായിരിക്കും. അവരുടെ ഓരോ സങ്കല്പവും യഥാർത്ഥമായിരിക്കും, വാക്ക് യഥാർത്ഥമായിരിക്കും. കർമ്മ സ്വപ്നത്തിലും ഒക്കെ അതാണ്. അതുകൊണ്ട് കർമ്മത്തിലും അത് തന്നെ വരും. സ്വപ്നം അങ്ങനെയാണ്, അതുകൊണ്ട് കർമ്മം അങ്ങനെയായിരിക്കും. यथार्थ अर्थात एक तो युक्तियुक्त, दूसरा यथार्थ अर्थात हर संकल्प में अर्थ होगा. യഥാർത്ഥം എന്നതിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് യുക്തിയുക്തം, സംയോജിതമായിട്ട് ആൾക്കാർക്ക് തകുന്നതുപോലെ അവരുടെ ഭാവം മനസ്സിലാക്കി. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തു, എല്ലാവരുടെയും മുൻ വെച്ചിട്ട് നീ തെറ്റാ ചെയ്ത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഭാവിയിൽ നീ മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് തെറ്റെന്ന് മനസ്സിലായെന്നുണ്ടെങ്കിൽ പോലും അയാൾ സമ്മതിച്ചില്ല. അയാൾ എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ പറയാൻ ശ്രമിക്കും. അയാൾ തനിയെ നാലുപേരുടെ ഇടയിൽ അല്ലാണ്ട് തനിയെ വിളിച്ച് പറയണം, സംയോജിതമായിട്ട് പറയണം, സ്ഥലം നോക്കിയിട്ട് പറയണം, എല്ലാവരുടെയും മുൻ വെച്ചിട്ടല്ല പറയേണ്ടത്. അതുകൊണ്ട് യഥാർത്ഥം ചേർത്ത് എന്താ യുക്തിയുക്തമായിരിക്കും. രണ്ടാമത്തെ യഥാർത്ഥം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഓരോ സങ്കല്പത്തിലും അർത്ഥം ഉണ്ടാവും. നിരർത്ഥമായിട്ട് വെറുതെ നേരം പോക്കായിട്ട് പറയില്ല, എല്ലാത്തിലും അർത്ഥം ഉണ്ടായിരിക്കും. അർത്ഥമില്ലാത്തൊരു വാക്ക് പോലും അവർ പറയില്ല. ശ്രീമത്ത് അനുസരിച്ചായിരിക്കും ബാബയുടെ ഓരോ മഹാവാക്യത്തിൽ അർത്ഥം ഉണ്ടല്ലോ. ഏസനേക്ക് ഏസഹി ബോൾ ദിയ നിക്കൽ ഗയ, ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞു, എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വന്നു, കാർലിയ ഞാനങ്ങനെ ചെയ്തു, സംഭവിച്ചു എന്ന് പറയില്ല. ഏസെ പവിത്രാത്മ ഹർ കർമ്മ അർത്ഥാത് ദിനചര്യാമ യഥാർത്ഥ യുക്തിയുക്തി. അങ്ങനെ പവിത്രാത്മാക്കൾ ഓരോ കർമ്മത്തിലും ദിനചര്യയിലും യഥാർത്ഥവും യുക്തിയുക്തവുമായിരിക്കും. രാവിലെ അമൃതവേള ഉണരുന്നത് മുതൽക്ക് രാത്രി യോഗനിദ്രയിൽ ഉറങ്ങുന്നത് വരയ്ക്കും ഓരോ കർമ്മത്തിലും യുക്തിയുക്തമായിരിക്കും, പിന്നെ നിയമപ്രകാരമായിരിക്കും, യഥാർത്ഥമായിരിക്കും. इसलिए पूजा भी उनके हर कर्म की होती है. അതുകൊണ്ട് അവർക്ക് ഓരോ കർമ്മത്തിനും പൂജയുണ്ട്. അർത്ഥാത് പൂരെ ദിനചര്യയ്ക്ക് ഹോത്തി ഹെ, അവരുടെ ഫുൾ ദിനചര്യയ്ക്ക് പൂജയുണ്ട്. പല്ല് തേക്കുന്നതിന്, തിരുപ്പതിയിലൊക്കെ പല്ല് തേക്കുന്നതിന് പൂജയുണ്ട്, മുഖം കഴുകുന്നതിന് പൂജയുണ്ട്, ഓരോന്നിനും പൂജയുണ്ട്. ഉട്നെ സെ ലേക്കർ സോനെ തക് ഭിന്ന ഭിന്ന കർമ്മ കെ ദർശൻ ഹോത്തെ ഹെ. രാവിലെ ഉണർന്നത് മുതലൊക്കെ ഉറങ്ങുന്നവരേക്ക് ഭിന്ന ഭിന്ന കർമ്മത്തിന് ദർശനം ഉണ്ട്. അവിടെ ഭക്തന്മാർ ക്യൂവിൽ നിൽക്കും ദർശനം കാണാനായിട്ട്. अगर ब्राह्मण जीवन की बनी हुई दिनचर्या प्रमाण कोई भी कर्म यथार्थ व निरंतर नहीं करते. ബ്രാഹ്മണ ജീവിതത്തിന് ബാബ നമുക്കൊരു ദിനചര്യ തന്നിട്ടുണ്ട്. അമൃതവേളയിൽ എണീക്കണം, രാവിലെ എത്ര മണിക്ക് എണീക്കണം, എഴുന്നേറ്റ ഉടനെ ഗുഡ് മോർണിംഗ് ബാബ എന്ന് പറയണം, ബാബയുടെ ഓർമ്മയിൽ ഉറങ്ങണം. ഉറങ്ങുന്നത് വരയ്ക്കും എല്ലാ കർമ്മത്തിനും ദിനചര്യ ബാബ തന്നിട്ട് എത്ര മണിക്ക് ഉറങ്ങണം, അങ്ങേറ്റം 10 മണി, അതിന് മുമ്പായിട്ട് ഉറങ്ങണം. അമൃതവേള ഉണർന്നത് മുതൽക്ക് ദിനചര്യയിൽ വിധിപൂർവ്വം ആരാണോ നടക്കുന്നത്, അപ്പോൾ നടന്നില്ലെങ്കിൽ പൂജയിലും വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിന് അമൃതവേള ഉണരുന്നത് വിധി പ്രകാരമല്ലാന്നിരിക്കട്ടെ, അവരുടെ പൂജയും വിധി പ്രകാരം ചെയ്യില്ല, പൂജയിലും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകും. പൂജാരി भी समय पर उठकर पूजा नहीं करेगा. പൂജാരിയെ സമയത്തെത്തില്ല, സമയം തെറ്റിക്കും. പൂജയും സമയം തെറ്റിച്ച് ചെയ്യും. ജബ് ആയാ തബ് കർ ലേഗ, വരുമ്പോൾ ചെയ്യും, എപ്പോൾ തോന്നും അപ്പോൾ വരും, എന്നിട്ട് അപ്പം ചെയ്യും. അഥവാ അമൃതവേള ജാഗ്രത സ്ഥിതിമേ അനുഭവം നഹി കർത്തെ. അമൃതവേളയിൽ ഉണർന്ന് അല്ലേ ബാബയുടെ ഓർമ്മയിൽ വിജിലൻ്റായിട്ടിരിക്കണം, ഉറക്കം തൂങ്ങിയിട്ടിരിക്കാൻ പാടില്ല, അതും ഇതും ആലോചിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ അമൃതവേളയിൽ ജാഗ്രത അവസ്ഥ അനുഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമപ്രകാരം ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എണീക്കും, എഴുന്നേറ്റു ഗത്യന്തരമില്ലാതെ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മടി പിടിച്ചിട്ട് കുറച്ച് നേരം പിന്നെ കിടന്നുറങ്ങി, ചിലപ്പോൾ അതും ഇതും ആലോചിച്ചുകൊണ്ടിരുന്നു. കബി ചുസ്തി കെ രൂപ ചിലപ്പോൾ വിജിലൻ്റായിട്ടിരിക്കും, യോഗ ചെയ്യും. तो പൂജാരി भी मजबूरी से या सुस्ती से पूजा करेंगे. അപ്പോൾ പൂജാരി അങ്ങനെയാവും, വേറെ നിവൃത്തിയില്ലാണ്ട് ചെയ്യും, അല്ലെങ്കിൽ മടി പിടിച്ച് ചെയ്യും, ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യും, വിധി പ്രകാരം പൂജ ചെയ്യില്ല. ऐसे हर दिनचर्या के कर्म का प्रभाव पूजनीय बनने में पड़ता है. അങ്ങനെ ഓരോ കർമ്മത്തിലും നമ്മൾ ചെയ്യുന്ന ഈ കർമ്മത്തിൻ്റെ പ്രഭാവം പൂജനീയ അവസ്ഥയിലും ആ വ്യത്യാസം ഉണ്ടാവും. ഇനി നമ്മുടെ മൂർത്തി ആരെങ്കിലും പൂജിക്കാതിരിക്കാൻ നമുക്കെന്താ ഇപ്പം, അതിനെ പൂജിച്ചില്ലെങ്കിലും പൂജിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലും അങ്ങനത്തെ അനുഭവങ്ങളായിരിക്കും. നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും നമ്മളിപ്പോൾ വിധി പ്രകാരം ചെയ്യണമെങ്കിൽ എല്ലാവരും നമ്മളോട് സത്യസന്ധമായിട്ട് സഹകരിക്കും. സത്യത്തിൽ പിന്നെ പറ്റിക്കലും വഞ്ചിക്കലും ഒന്നുമില്ല. പക്ഷേ ദ്വാപരികം തൊട്ടിട്ട് പിന്നെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. നമ്മുടെ മന്ത്രി തന്നെ നമ്മളെ പറ്റിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, കുറേ മന്ത്രിമാരൊക്കെ രാജാവിനെ പറ്റിച്ച് രാജാവിനെ കൊന്നുകളയും, മന്ത്രി രാജാവാകും, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ. ഇപ്പോഴും ഉണ്ടല്ലോ എന്തൊക്കെയാണ് നടക്കുന്നത്. എപ്പോഴാണ് അവരുടെ പദവി തെറിച്ച് പോകുമെന്ന് പറയാൻ പറ്റില്ല, ഈ കലികാലത്ത് പോലും.
അപ്പം വിധി പ്രകാരം അവർക്ക് എത്ര വർഷം അത്ര വർഷം അവർക്ക് രാജ്യം ഭരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ അങ്ങനെ ചെയ്തുകൊണ്ടാണ്. ऐसे हर दिनचर्या के कर्म व प्रभाव पूजनीय बनने में पड़ता है. അങ്ങനെ ഓരോ ഫുൾ ഡേയുള്ള ഓരോ കർമ്മവും ദിനചര്യയിലത്തെ ഓരോ കർമ്മത്തിലും വ്യത്യാസം ഉണ്ടായാൽ പൂജനീയ അവസ്ഥയിലും അവിടെ രാജാവാകണതിന് പകരം പ്രജയാകും. എല്ലാവരും സഹകരിക്കും. അവിടെ ബാബ ഗിഫ്റ്റ് കൊടുത്തിട്ട് അയക്കുന്നത് ഈ ഗുണങ്ങളൊക്കെ. അതുകൊണ്ട് അവരെല്ലാവരും നല്ലവരാണ്. പക്ഷേ അവിടെ സുഖത്തിന് കുറവുണ്ട്. രാജാവിന് എത്ര സുഖമുണ്ട് അത്ര സുഖം പ്രജകൾക്കില്ലല്ലോ. വിധി പൂർവക് നാ ചലന കോയി ബി ദിനചര്യ മേ ഊപ്പർ നീച്ചർ ഹോന. വിധി പ്രകാരം ജീവിക്കുന്നില്ല, ദിനചര്യയിൽ അപ്പ് ആൻഡ് ഡൗൺ ആകുന്നുണ്ട്, മുകളിലും താഴെയൊക്കെ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ യഹ് ബി അപവിത്രതയ്ക്ക് അംശമേ ഗിനത്തി ഹോത്തി ഹെ. ഇതും അപവിത്രതയുടെ അംശമായിട്ട് കണക്ക് കൂട്ടും. ക്യോങ്കി ആലസ്യ സെ അൽബേലാപ്പൻ ബി വികാർ ഹെ. മടിയും അശ്രദ്ധയും ഇതും വികാരം തന്നെയാണ്. ജോ യഥാർത്ഥ കർമ്മ നഹി ഹെ വ വികാർ ഹെ. അതുകൊണ്ട് മടി അശ്രദ്ധയുള്ളവർ എങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അതും വികാരമാണ്. तो अपवित्रता का अंश हो गया ना. അപ്പോൾ അതും അപവിത്രതയുടെ അംശമല്ലേ. ഇസ് കാരൻ പൂജ്യ പദമേ നമ്പർ വാർ ഹോ ജാത്തെ. അതുകൊണ്ട് പൂജിക്കത്തക്ക പദവിയിൽ നമ്പർ 1 ആകണതിന് പകരം നമ്പർ വാർ ആയി മാറും. तो ഫൗണ്ടേഷൻ ക്യാ രഹ. അപ്പോൾ എന്താണ് അസ്ഥിവാരം? എന്താണ് ബ്രാഹ്മണ ജന്മത്തിൻ്റെ അസ്ഥിവാരം? ഭവന പവിത്രത. പവിത്രതയ്ക്ക് ധാരണ ബഹുത് മഹീൻ ഹെ. പവിത്രതയുടെ ധാരണ വളരെ സൂക്ഷ്മമാണ്. ബ്രഹ്മചര്യം പാലിക്കുന്നുണ്ട്, അതുകൊണ്ട് പവിത്രമാണെന്ന് ചിന്തിക്കേണ്ട, വളരെ സൂക്ഷ്മമാണ്. പവിത്രതയ്ക്ക് ആധാർ पर ही कर्म की विधि और गति का आधार है. പവിത്രതയുടെ ആധാരത്തിലാണ് കർമ്മത്തിൻ്റെ വിധിയും ഗതിയും. അതിൻ്റെ ആധാരത്തിലുള്ളത്. പവിത്രത സിർഫ് മോട്ടി ബാത്ത് ഹി ഹെ. മേലെയുള്ള വിഷയമല്ല പവിത്രത. ബ്രഹ്മചാരി രഹേ യാ നിർമോഹി ഹോകെ. ഞാൻ ബ്രഹ്മചാരിയാണ്, നിർമോഹിയാണ്, എനിക്ക് മക്കളോടും പേരക്കുട്ടിയോടൊന്നും മോഹമില്ല. सिर्फ इसको ही पवित्रता नहीं कहेंगे. അത് മാത്രമൊന്നുമല്ല പവിത്രത. പവിത്രത ബ്രാഹ്മൺ ജീവൻ കാ ശൃംഗാർ ഹെ. പവിത്രത ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. तो हर समय पवित्रता का श्रृंगार की अनुभूति चेहरे से. അതുകൊണ്ട് പവിത്രതയാകുന്ന അലങ്കാരത്തിൻ്റെ അനുഭൂതി നിങ്ങളുടെ മുഖത്തിലൂടെ, ചലൻ സേ ഓറോങ്കോ ഹോ, നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കണം. ദൃഷ്ടിയുമേ, നിങ്ങളുടെ ദൃഷ്ടിയിൽ പവിത്രത ഉണ്ടായിരിക്കണം. മുഖമേ, നിങ്ങളുടെ സംസാരത്തിൽ പവിത്രത ഉണ്ടായിരിക്കണം. ഹാത്തോമേ, പാവമേ, നിങ്ങളുടെ കയ്യിലും കാലിലും, അതായത് നിങ്ങളുടെ കർമ്മത്തിൽ സദാ പവിത്രതയുടെ അലങ്കാരം പ്രകടമായിട്ട് കാണാൻ കഴിയണം. കോയി ബി ചെഹരെ തരഫ് ദേഖോ തോ ഫീച്ചേഴ്സ് ഉന്നെ പവിത്രത അനുഭവം. ആര് നമ്മുടെ മുഖത്തേക്ക് നോക്കിയാലും മുഖത്ത ഭാവത്തിലൂടെ ആൾക്കാർക്ക് പവിത്രത വായിച്ചെടുക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ദേവന്മാരുടെ ഓരോ അംഗത്തെയും താമരപ്പൂടെ ഉപമിക്കാറ്. കമലനയനം, കമലഹസ്തം, പാദാരവിന്ദം, മുഖാരവിന്ദം, കണ്ണിന് എന്താ പറയുക, ചെന്താമര കണ്ണൻ എന്നൊക്കെയല്ലേ പറയുന്നത്. എന്തുകൊണ്ട്? താമരപ്പൂ ചെളിയിലാണെങ്കിലും ചെളിയിൽ ജനിച്ചത് വളർന്നത്, പക്ഷെ പവിത്രമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ചെളി എവിടെയാണ്? സത്യത്തിലില്ലല്ലോ, ഇവിടെയല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ ജീവിച്ചതിൻ്റെ അടയാളമായിട്ടാണ് ദേവന്മാരെ താമരപ്പൂവിന്, അവരുടെ ഓരോ അംഗത്തെയും താമരപ്പൂവിനോട് ഉപമിക്കുന്നത്. ഓരോ അംഗത്തിലും വജ്രങ്ങൾ പതിച്ച സ്വർണ്ണാഭരണമുണ്ട്, തോൾ വളയുണ്ട്. കയ്യിൽ വള മാത്രമല്ല, തോളിൽ വളയുണ്ട്, പാദസരമുണ്ട്, മൂക്കുത്തിയുണ്ട്, കുണ്ടലമുണ്ട്, നെറ്റിച്ചുട്ടിയുണ്ട്, എന്തെല്ലാം ഉണ്ട്. എന്തുകൊണ്ട്? അവർ ഓരോ അംഗത്തിലൂടെയും വജ്രങ്ങൾ പോലെ, ശിവബാബയുടെ ഓരോ മഹാവാക്യം വജ്രമാണ്, അതിനനുസരിച്ചുള്ള കർമ്മം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് कोई भी चेहरे तरफ देखे तो ഫീച്ചേഴ്സ് ഒന്ന്, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ ആ ഭാവത്തിലൂടെ അവർക്ക് പവിത്രത വായിച്ചെടുക്കാൻ സാധിക്കണം. जैसे और प्रकार के फीचर्स वर्णन करते हैं वैसे यह वर्णन करें कि इनके फीचर्स से पवित्रता दिखाई देती है. ഇങ്ങനെ ആൾക്കാർ ചിലരെ കാണുമ്പോൾ പറയും അവർ കണ്ണെന്ത് ചന്ത, എത്ര മുടി അവർക്ക്, എന്ത് നിറ, എത്ര നല്ല വട്ടമുഖമാണ് എന്നൊക്കെ വർണ്ണിക്കാറില്ലേ. അതേപോലെ നിങ്ങളെ കാണുന്നവർ നിങ്ങളുടെ പവിത്രതയെക്കുറിച്ച് വർണ്ണിക്കണം. എന്തൊരു പവിത്രത, എത്ര ശുദ്ധിയാണ് എന്നവർ പറയണം. നയനവുമായി പവിത്രതയ്ക്ക് ജലക്ക്, നിങ്ങളുടെ കണ്ണിലെ പവിത്രത തിളക്കുക. ഇങ്ങനെ കൊച്ചുകുട്ടികളുടെ കണ്ണ് നോക്കി ബൾബ് ഓൺ ചെയ്ത് വെച്ചതുപോലെ ഉണ്ടാവും, ലൈറ്റ് കത്തിച്ച് വെച്ചതുപോലെ ഉണ്ടാവും. അതേപോലെ പവിത്രത പാലിക്കും തോറും നമ്മുടെ കണ്ണിനൊരു വെളിച്ചം ഉണ്ടാവും, തിളക്കുണ്ടാവും. മുക്കുപ്പർ പവിത്രതയ്ക്ക് മുസ്കുരാട്ടെ. പവിത്രത ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ശാന്തിയും സുഖവും ഉറപ്പാണ്. പവിത്രത പാലിക്കുക. ഇങ്ങനെ കൊച്ചുകുട്ടികൾക്ക് നോക്കി എത്ര ശാന്തി, എത്ര സന്തോഷമാണ്. വീട്ടിലെന്തെങ്കിലും വലിയ ദുഃഖത്തിൻ്റെ കാര്യം ഉണ്ടായപ്പോൾ അത് അവരെ ബാധിക്കുന്നില്ല, അവരത് അറിയില്ല, അവർക്കത് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് പവിത്രത ഉണ്ടെങ്കിൽ മുഖത്ത് പ്രസന്നതയുണ്ടാകും, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരിക്കും. ഓർ കോയി ബാത്ത് ഉന്നെ നജറിനായേ,
വേറൊരു കാര്യവും മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് കാണാൻ കഴിയരുത്. ഇസ്കോ कहते हैं പവിത്രത കെ ശൃംഗാർ സെ ശൃംഗാരി ഹുയി മൂർത്ത്. അങ്ങനെയുള്ളവരെയാണ് പറയുക പവിത്രതയാകുന്ന അലങ്കാരം കൊണ്ട് അലങ്കരിക്കപ്പെട്ട മൂർത്തി എന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടാവേണ്ടത് ബാബയുടെ കുട്ടികൾ. പവിത്രതാക്കി തോ ഓർ ബി ബഹുത് ഗുഹ്യത ഹെ. പവിത്രതയ്ക്ക് വളരെ ഗഹനത, ആഴമായിട്ട് പറയാനുണ്ട് കുറേ കാര്യങ്ങൾ. അതിൻ്റെ ആഴമായ വശങ്ങൾ വേറെയും കുറേ ഉണ്ട്. वो फिर सुनाते रहेंगे. അത് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. जैसे कर्म की गति गहन है, पवित्रता की परिभाषा भी बड़ी गुह्य है. കർമ്മത്തിൻ്റെ ഗതി എത്ര ഗഹനമാണ്, എത്ര ആഴമാണ്. അതേപോലെ പവിത്രതയുടെ ഡെഫിനിഷനും വളരെ ആഴമാണ്. ഓർ പവിത്രതാക്കി ഫൗണ്ടേഷൻ ഹെ. പിന്നെ പവിത്രതയാണ് അസ്ഥിവാരം. കർമ്മം അങ്ങനെ ആവുന്നത് എന്തുകൊണ്ടാണ്? വികാരങ്ങളുണ്ടെങ്കിലാണ് കർമ്മം മോശമാണത്. അതുപോലെ കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ? പവിത്രത ഉണ്ടെങ്കിൽ അത്രത്തോളം കർമ്മസൽക്കർമ്മമായിട്ട് മാറും. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഗതി ഗഹനമായതുപോലെ തന്നെ അതിന് കാരണം തന്നെ പവിത്രതയുടെ ഡിഗ്രിയാണ്. അച്ഛാ, ആജ് ഗുജറാത്ത് ആയേ. ഇന്ന് ബാബയുടെ മുന്നിലേക്ക് ഗുജറാത്തിലെ കുട്ടികളാണ് വന്നിരിക്കുന്നത്. ഗുജറാത്ത് വാലെ സദാ ഹൽക്കേ ബൻ നാച്ചത്തെ ഓർ ഗാത്തെ ഹെ. ഗുജറാത്തികൾക്ക് ഇതുണ്ട്. നവരാത്രി ദിവസങ്ങളിൽ 8 ദിവസം 9 ദിവസവും അവർ നന്നായിട്ട് അലങ്കരിച്ച് ഒരുങ്ങി ദുർഗാദേവിയുടെ ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ദർബ കളിക്കും, രാസ് കളിക്കും. അപ്പോൾ അവരെപ്പോഴും ലൈറ്റായിട്ട് ഡാൻസ് കളിക്കുന്നവരാണ്. ചാഹെ ശരീർ മേ കിത്നി ബി ഭാരി ഹോ ലേക്കിൻ ഹൽക്കെ ബൻ നാച്ചത്തെ ഹെ. ഗുജറാത്തീസ് നല്ല വണ്ണമുള്ളവരാണെങ്കിൽ പോലും ഡാൻസ് കളിക്കും അവർ. ഗുജറാത്ത് കി വിശേഷത സദാ ഹൽക്കാരാണ്. ഗുജറാത്തിൻ്റെ വിശേഷണം എപ്പോഴും സന്തോഷമായിട്ടിരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കും. സദാ കുഷിമേ നാച്ചത്തെ രഹന. സദാ സന്തോഷം കൊണ്ട് നൃത്തം വെച്ചുകൊണ്ടിരിക്കും. और बाप के व अपने प्राप्तियों के गीत गाते रहना. ബാബയുടെ ഗീതം പാടിക്കൊണ്ടേയിരിക്കും. കിട്ടിയ പ്രാപ്തികളുടെ ഗീതം പാടിക്കൊണ്ടേയിരിക്കും. അപ്പോഴല്ലേ സന്തോഷം ഉണ്ടാവുക. ബച്പൻ സേ ഹി നാച്ചത്തെ ഗാത്തെ അച്ഛാ ഹെ. ഗുജറാത്തീസ് കുട്ടിക്കാലം മുതൽക്കേ നന്നായിട്ട് പാടും ഡാൻസ് കളിക്കുകയും ചെയ്യും. ബ്രാഹ്മൺ ജീവൻ മേ ക്യാ കർത്തേ ഹോ. ബ്രാഹ്മണ ജീവിതത്തിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇതല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ബാബയെ കിട്ടി അപ്പം മുതൽക്ക് നമ്മൾ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക. പുറമേ ഡാൻസ് അല്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ട്. ബ്രാഹ്മൺ ജീവൻ അർത്ഥാത് മോജും കി ജീവൻ. ബ്രാഹ്മണ ജീവിതം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആനന്ദത്തിൻ്റെ ജീവിതമാണ്. ഗർബ രാസ് കർത്തേ ഹോ തോ മോജ് മേ ആ ജാത്തേ ഹോ നാ. ഗർബ ഡാൻസ് കളിക്കുമ്പോൾ എല്ലാവരും ആനന്ദത്തിൽ മയങ്ങാറുണ്ട്. അഗർ മോജ് മേ നാ ആയേ തോ ജാദാ കർ നഹീ സക്കേംഗെ. എത്ര മണിക്കൂർ ഫുൾ രാത്രി ഒരു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. സന്തോഷമുള്ളത് കൊണ്ടല്ലേ മുഴുവൻ രാത്രിയിൽ ഡാൻസ് കളിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത്ര നേരമൊന്നും കളിക്കാൻ പറ്റില്ല. മോജ് മസ്തി മേ തക്കാവട്ട് നെയ് ഹോത്തി ഹെ. എപ്പോഴാണ് നല്ല സന്തോഷമുള്ളത്, അപ്പോൾ ക്ഷീണം ഉണ്ടാവില്ല. അത്തക്ക് ബൻ ജാത്തെ ഹെ. അക്ഷീണരായി തീരാറുണ്ട്. തോ ബ്രാഹ്മൺ ജീവൻ അർത്ഥം സദാ മോജ് മേ രഹനേക്ക ജീവൻ. അതുകൊണ്ട് ബ്രാഹ്മണ ജീവിതം എന്താർത്ഥം? സദാ ആനന്ദം അനുഭവിക്കാനുള്ള ജീവിതമാണ്. വയ സ്ഥൂൽ മോജ് ഓർ ബ്രാഹ്മൺ ജീവൻ കി ഹെ മൻ കി മോജ്. അത് സ്ഥൂലമായിട്ടുള്ള ആനന്ദമാണ്. ബ്രാഹ്മണരുടെ ജീവിതത്തിൽ മനസ്സിൻ്റെ ആനന്ദമാണ്. സദാ മൻ മോജ് മേ നാശത്ത അവർ ഗാത്താ രഹെ. അവിടെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും സദാ ആനന്ദത്തിൽ ഡാൻസ് കളിക്കണം, പാട്ട് പാടണം. വഹ് ലോഗ് ഹൽക്കെ ബൻ നാച്ചനെ ഗാനയ്ക്ക് അഭ്യാസി ഹെ. ഗുജറാത്തിലെ ലൗകികത്തിലുള്ള ആൾക്കാർ ലൈറ്റായിട്ട് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്നത് എക്സ്പേർട്ടാണ്, അഭ്യസിച്ച് അതിൽ എക്സ്പേർട്ടായവരാണ്. तो उनको ब्राह्मण जीवन में डबल लाइट बनने की मुश्किल नहीं होती. അതുകൊണ്ട് ലൗകികത്തിന് ആ അനുഭവം ഉള്ളതുകൊണ്ട്, ആ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ബ്രാഹ്മണ ജീവിതത്തിൽ ഡബിൾ ലൈറ്റ് ആകാൻ ഒരു പ്രയാസമില്ല. तो गुजरात आता सदा हल्के रहने वाले रहने के अभ्यासी कहो. അതുകൊണ്ട് ഗുജറാത്തികൾ എന്ന് വെച്ചാൽ എന്താർത്ഥം? സദാ ഭാരരഹിതമായിട്ടിരിക്കുന്നത്, അഭ്യസിച്ചിരിക്കുന്നവരാണ്. അത് വരദാനമായിട്ട് കിട്ടിയിരിക്കുന്നവരാണ്. तो सारे गुजरात को वरदान मिल गया. അതുകൊണ്ട് മുഴുവനും ഗുജറാത്തിന് വരദാനം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഡബിൾ ലൈറ്റ് ബാബ തരികയാണ് വരം. ഗുജറാത്തീസ് എല്ലാവരും ഡബിൾ ലൈറ്റ് ആകൂ എന്ന്. മുരളി ദ്വാരാ ബി വരദാൻ മിൽത്തെ ഹെ ന. ഡെയിലി മുരളിയിലെ കുട്ടികൾക്ക് വരദാനം കിട്ടുന്നുണ്ടല്ലോ. സുനായ ന ആപ്കി ഇസ് ദുനിയാമേ യഥാശക്തി യഥാസമയം ഹോത്താ ഹെ. നിങ്ങളുടെ ഈ ലോകത്തിൽ യഥാശക്തി യഥാസമയം എന്നൊക്കെ പറയും. സർവശക്തി എന്നാണ് പറയേണ്ടത്. എന്ത് തന്നെ വന്നാലും സമയം എങ്ങനത്തെ സമയമായിക്കോട്ടെ ഞാൻ ചെയ്യും എന്നാണ് പറയേണ്ടത്. അതിന് പകരം കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് യഥാശക്തി യഥാസമയം എന്നൊക്കെ പറയാറുണ്ട്. യഥാ തഥാ. നിങ്ങൾ യഥാന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ചിട്ടേ പ്രാപ്തി ഉണ്ടാവുള്ളൂ. യഥാശക്തി എന്നൊക്കെ പറഞ്ഞാൽ ബാബയും യഥാശക്തി തരുള്ളൂ. മുഴുവനും കൽപ്പത്തിൽ എല്ലാ ഭാഗ്യവും കൈ നിറച്ച് വേണം. ഒരു ഭാഗ്യത്തിന് ഒരു കുറവുണ്ടാകാൻ പാടില്ല. അപ്പോൾ ചെയ്യുന്നത് എല്ലാം ചെയ്യണ്ടേ.
ചെയ്യുന്ന കാര്യത്തിൽ ഏതാന്ന് പറഞ്ഞാൽ ബാബയും ഏതാന്ന് പറയും, തരുന്ന കാര്യത്തിൽ, ഭാഗ്യം തരുന്ന കാര്യത്തിൽ. और वतन में तो यदा तदा की ഭാഷാ ഹി നഹി. വതനത്തിൽ ബാബയുടെ അടുത്ത് യഥാ തഥാ എന്നുള്ള ഭാഷയില്ല. വഹാ യഹാ ദിൻ ബി തോ രാത് ബി ദേഖ്ന പടുത്ത ഹെ. ഇവിടെ ആണെങ്കിൽ പകലാണോ രാത്രിയാണോ എന്നൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. പരന്താമത്തിൽ പകലുമില്ല രാത്രിയില്ല. സൂക്ഷ്മതലത്തിൽ അങ്ങനെ തന്നെ രാത്രിയും പകലും വ്യത്യാസമൊന്നുമില്ല. നാ ഹെ രാത് നാ സൂര്യ ഉദയം ഹോത്ത, അവിടെ സൂര്യനെ ഇല്ലല്ലോ, സൂര്യനെ ഉദിക്കുന്നില്ല, അവിടെ പകലുമില്ല, അവിടെ രാത്രിയില്ല. ദോനോസെ പരെ, രാത്രി പകലിക്ക് ഉപരിയായിട്ടുള്ള സ്ഥലമാണ്, രാത്രി പകലിന് ഉപരിയായിട്ടുള്ള സ്ഥലമാണ് സൂക്ഷ്മവതനവും പരംധാമവും. ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറമാണല്ലോ ഇത് രണ്ടും. ഈ പ്രപഞ്ചത്തിലല്ലേ ഇരുട്ടും വെളിച്ചമൊക്കെ ഉള്ളത്, അവിടെ ഇതൊന്നുമില്ല. ആനാത്തോ വഹാഹേന, എല്ലാവർക്കും അവിടെയല്ലേ വരേണ്ടത്. ബച്ചോനെ റുഹാനിയത്ത് റുഹാൻ മേ കഹാന കി കബ് തക്. കുട്ടികൾ ബാബയോട് ആത്മീയ സംഭാഷണം നടത്തുമ്പോൾ പറഞ്ഞായിരുന്നു, എത്ര കാലം. बाप दादा कहते हैं आप सभी कहो कि हम तैयार हैं तो सभी कर ले, अभी कर लेंगे. ബാബിന് എത്ര കാലം മുന്നോട്ട് പോകണം, എപ്പോഴാണ് വിനാശം വരിക, എപ്പോഴാണ് സത്യുഗം വരിക എന്നൊക്കെ ചോദിച്ചപ്പോൾ ബാബ പറയണത്, നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പോൾ തന്നെ വിനാശം ആരംഭിക്കാം, വിനാശം കഴിഞ്ഞിട്ട് ഉടനെ സത്യുഗം വരികയും ചെയ്യും. നിങ്ങൾ റെഡിയാണോ? ഫിർ കബ് കാ തോ സവാൽ ഹി നഹി. എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ റെഡിയാണെങ്കിൽ എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് അവസരമില്ല. നിങ്ങൾ റെഡിയായി ഉടനെ വിനാശം പൊട്ടി പുറപ്പെടും, സത്യുഗം വരും. കബ് തബ് തക് ഹെ ജബ് തക് സാരി മാല തയ്യാർ നഹി ഹുയി ഹെ. എപ്പോൾ എന്ന വാക്ക് എത്രത്തോളം കാലം ഉണ്ടാവുക? മാല റെഡിയാവാത്തിടത്തോളം കാലം. എന്നുവെച്ചാൽ ഇപ്പോൾ വിനാശം വന്നാൽ നമ്മുടെയൊക്കെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ, വിനാശം വരുമ്പോൾ നമുക്ക് ചിലർക്ക് ദുഃഖം, ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ സങ്കടം, ചിലപ്പോൾ ഭയം, ചിലപ്പോൾ ടെൻഷൻ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ മറ്റുള്ള ആൾക്കാർക്ക് എവിടെ നിന്ന് ശക്തി കിട്ടും? നമ്മളിൽ കൂടെ വേണ്ടേ കിട്ടാൻ. അപ്പം നമ്മൾ റെഡിയായാലല്ലേ വിനാശം വരാൻ പറ്റുള്ളൂ. 108 മണിമാലകളിൽ വരേണ്ട ആത്മാക്കൾ റെഡിയായാൽ വിനാശം പൊട്ടി പുറപ്പെടും. അപ്പോൾ ആ ആത്മാക്കൾക്കൊക്കെ നമ്മളിൽ നിന്ന് അവർക്ക് ആശ്രയം കിട്ടും. അല്ലെങ്കിൽ അവരവരുടെ കർമ്മക്കണക്ക് സെറ്റിലാക്കുമ്പോഴേക്കും അവർ വയലൻ്റ് ആവും, കൂടുതൽ പാപകർമ്മം ചെയ്യും. നമ്മളിൽ നിന്ന് അവർക്ക് ശാന്തി കിട്ടുമ്പോൾ അവർ ശാന്തമായിട്ട് എല്ലാ കണക്കും തീർത്തിട്ട് പരന്താമത്തിലേക്ക് മടങ്ങും. അല്ലെങ്കിൽ വയലൻ്റ് ആയി കഴിഞ്ഞാൽ പുതിയ പാപങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് എക്സ്ട്രാ ഇനിയും അനുഭവിക്കണം, ദുഃഖം അനുഭവിക്കണം. അതുകൊണ്ട് നമ്മളായാൽ നമ്മളിൽ നിന്ന് അവർക്ക് ഹെൽപ്പ് കിട്ടും, അവർക്ക് ശാന്തമായിട്ട് അവരുടെ കണക്കുകൾ തീർക്കാൻ പറ്റും. അതുകൊണ്ട് ബാബ പറയണ മാലയിലെ മണിയാകേണ്ട കുട്ടികളിൽ 108 പേര് അവർ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ബാബയുടെ എപ്പോഴും ചോദിക്കാൻ നേരണ്ടല്ലോ, ഉടനെ ചോദിക്കേണ്ട ആവശ്യമില്ല, ഉടനെ അങ്ങ് വിനാശം പൊട്ടിപ്പുറപ്പെടും. अभी नाम निकाले बैठते हो तो 108 में भी सोचते हो कि यह नाम डाले व नहीं. ഇപ്പോൾ തന്നെ ബാബ പറയണം, നമ്മളോട് പറയാം, ബാബയ്ക്ക് അറിയാമല്ലോ ആരൊക്കെയാന്ന്, നമ്മളോട് പറയാതിരിക്കട്ടെ. 108 മണിമാലയിൽ വരുന്ന അവരുടെ പേരെഴുതാൻ പറയാതിരിക്കട്ടെ. ആദ്യത്തെ കുറച്ച് പേരിലൊന്നും നമുക്കൊരു സംശയമില്ല. ബ്രഹ്മ ബാബ, മമ്മ, പ്രകാശമണി ദാദി, ഗുൽസാർ ദാദി, ജാനകി ദാദി, ഇങ്ങനെ ആദ്യത്തെ പേര് കുറേ എണ്ണം എഴുതുമ്പോൾ നമുക്കൊരു ഡൗട്ടും ഇല്ല. എല്ലാവരും പറയാം, ഗുൽസാദാരുടെ പേര് എഴുതിട്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും കൈപ്പൊക്കും. ജാനകി ദാദയുടെ പേര് എഴുതിട്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും കൈപ്പൊക്കും. ജഗദീഷ് ഭായുടെ പേര് എഴുതിട്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും കൈപ്പൊക്കും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെയുള്ള പേര്, ഓരോരുത്തരുടെ പേര് പറയുമ്പോഴും ചിലർ പറയും അവർക്ക് 108 വരാനുള്ള കഴിവില്ല എന്ന് നമ്മൾ തന്നെ പറയും. നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ പറയും, എനിക്കറിയാം അവരുടെ കൂടെ ഞാൻ ജീവിക്കുന്നത്, എനിക്കറിയാം അവരെക്കുറിച്ച്, അവർ 108 വരില്ല എന്ന് പറയും. അപ്പോൾ കുറേ പേര് നിങ്ങളുടെ പേര് എഴുതിയാൽ തന്നെ 108 പേര് വരുന്നവരെക്കുറിച്ച് കുറേ പേര് ആലോചിക്കും, ഇടണോ വേണ്ടേ, ഇവരുടെ പേര് ഇടാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ തന്നെ ആലോചിക്കും. अब 108 की माला में भी सभी वही 108 നാം പോലെ. 108 മണിമാലയിൽ വരുന്നവരുടെ പേര് എന്താണ്? 108 മണിമാലയിൽ വരുന്നവർ ആരൊക്കെയാണോ അവരുടെ തന്നെ പേരൊന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ്? അവരും ആയിട്ടില്ല, വരേണ്ടവർ പോലും ആയിട്ടില്ല, റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫറക് ഹോ ജായേഗ. 108 വരേണ്ട ഡിഗ്രിക്ക് അവരെത്തിയിട്ടില്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ബാബ് ദാദാ തോ അബി ഗഡി താലി ബജാവേ തോ ടക്കാടക് ശുരു ഹോ ജായേഗി. ബാബ ഇപ്പോൾ ഒന്ന് ക്ലാപ്പ് ചെയ്താൽ മതി, ഉടനെ വിനാശം ആരംഭിക്കും. എല്ലാം റെഡി ആയിട്ടിരിക്കുക. ഏക് തരഫ് പ്രകൃതി ഏക് തരഫ് വ്യക്തിയാ. പ്രകൃതി റെഡി ആയിട്ടിരിക്കുക, മനുഷ്യരുടെ മനസ്സും തയ്യാറായിരിക്കുക. ആർക്കും ഒന്നിനും പേടില്ല, ദൈവത്തെയും പേടില്ല, ധർമ്മത്തെയും പേടില്ല. ഒരു UN ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, യുദ്ധമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ആർക്കാ പേടി? ആർക്കും പേടിയില്ല, എന്തും ചെയ്യാമെന്നായി. ക്യാ ദേരി ലഗ്തി, എത്ര നേരം വേണം? ലേക്കിൻ ബാപ്പ കാ സബി ബച്ചോ മേ സ്നേഹ്.
അതിൽ അത്ര സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒട്ടും സമയം വേണ്ട, അത്ര ഭയാനകമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അണ്വായുധങ്ങളും ഹൈഡ്രജൻ ബോംബും അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ ഉണ്ട്. അത് തന്നെ 300 വട്ടം ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടതൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ലാണ്ട് ഇതായി ബയോവാറിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ലബോറട്ടറിയിൽ. എപ്പോഴാണ് ഒരാഴ്ച വിടാന്ന് പറയാൻ പറ്റില്ല. എന്തോ ബാബയ്ക്ക് എല്ലാ കുട്ടികളോടും സ്നേഹമുണ്ട്. ഹാത്ത് പക്കടെങ്കിൽ തബുത്തോ സാത്ത് ചല്ലെങ്കിൽ, ബാബയുടെ കൈ പിടിച്ചാലല്ലേ കൂടെ പോകാൻ പറ്റുള്ളൂ. കൈ പിടിക്കത്ത കളവിന് നമ്മൾ അർഹതയുള്ളവരാവണ്ടേ, ആ യോഗ്യത നമ്മൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണ്ടേ, അപ്പോഴല്ലേ കൂടെ പോകാൻ പറ്റും. ഹാത്ത് മേ ഹാത്ത് മിലാന അർത്ഥാത് സമാൻ ബന്ന, കൈ പിടിക്കാൻ ചേർത്ത് എന്താ, ബാബയുടെ കൈ പിടിച്ചിട്ട് ബാബയുടെ കൂടെ പോകണം. ശിവൻ്റെ വിവാഹ ഘോഷയാത്രയിൽ കഴിഞ്ഞ ആഴ്ചയിലും ബാബ പറഞ്ഞില്ലേ, ഘോഷയാത്രയിൽ വരൻ്റെ കൂടെ പോകണം. അല്ലാണ്ട് ഘോഷയാത്രയിൽ പിന്നാലെ കുറേ ആൾക്കാർ വരുന്നുണ്ട് കോടിക്കണക്കിന്, അന്ധനും മുടന്തനും. ആരാണോ ജ്ഞാനം മനസ്സിലാക്കാത്ത അവരാണ് അന്ധൻ, ആരാണോ മനസ്സിലായി പക്ഷെ ജീവിച്ചില്ല അവരാണ് മുടന്തൻ. ഗന്ധർവന്മാരും യക്ഷഗണങ്ങളും രാക്ഷസന്മാരും അസുരന്മാരും അങ്ങനെ എല്ലാവരും വരുന്ന പറയുന്നത്. ദേവന്മാരും ഋഷികളും എല്ലാവരും വരണമെന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിലല്ല നമുക്ക് വരേണ്ടത്. നമുക്ക് വധുവായിട്ട് ബാബയുടെ കൂടെ പോകണ്ടേ. അപ്പോൾ സമാനമാകുകയാണ് കൂടെ പോകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൈ പിടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാനമാകുക. ബാബ എന്താണോ ഞാൻ അത് തന്നെ ഡിറ്റോ, ഫോട്ടോ കോപ്പി പോലെ, ഒരു വ്യത്യാസമില്ല. आप कहेंगे सभी समान अथवा सभी तो നമ്പർവാർ ബനെങ്കെ നഹി, നമ്പർ 1 ബനെങ്കെ നഹി. നിങ്ങളെന്താ പറയുക, എല്ലാവർക്കും ഒന്നും സമാനമാകാൻ പറ്റില്ല, എല്ലാവരും ഒന്നും നമ്പർ 1 ആവില്ല, കുറച്ച് സ്വല്പ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ബാബയ്ക്ക് സമാനം എന്നല്ലേ പറയും, ബാബയ്ക്ക് സമം എന്ന് പറയുന്നില്ല. സമം ആർക്കും ആകാൻ പറ്റില്ല, പക്ഷെ സമാനം എന്നതിലും കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. ലേക്കിൻ നമ്പർ 1 കെ പീച്ചെ നമ്പർ 2 ഹോഗ. ശരി, നമ്പർ 1 എല്ലാവരാവില്ല, നമ്പർ 2 എങ്കിലും ആവണ്ടേ. നമ്പർ 2 എന്ന് വെച്ചാൽ അർത്ഥം എന്താ, അത് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അച്ഛാ ബാപ് സമാൻ നഹീ ബനെ ലേക്കിൻ നമ്പർ 1 ദാന ജോ ഹോഗ വ സമാൻ ഹോഗ. ഇനി ബാബയ്ക്ക് സമാനമായില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. ശരി, മാലയിലെ മണികളിൽ നമ്പർ 1 മണി ഉണ്ടാവുമല്ലോ, അതിനെങ്കിലും സമാനാവണ്ടേ. നിങ്ങൾ ഇത്രയും പേരില്ല, അതിൽ 108 മണിയിൽ വരുന്നവരുണ്ടല്ലോ, അവർക്ക് സമാനെങ്കിലും നിങ്ങളാവണ്ടേ. തീസര 2 കെ സമാൻ ബനെ, മൂന്നാമത്തെ മണിയിൽ വരുന്ന ആൾ രണ്ടാമത്തെ മണിക്ക് സമാനാവണം, അപ്പോഴല്ലേ കൈ പിടിക്കാൻ പറ്റും. മാലയിലെ മണികൾ അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ അടുത്തെത്തണ്ടേ, രണ്ടാമത്തേത് അടുത്തെത്തണ്ടേ മൂന്നാമത്തേത്. അതേപോലെ നാലാമത്തേത് മൂന്നാമത്തേത് സമാനാവണ്ടേ. അങ്ങനെ സമാനാവണം ഓരോരുത്തരും, അപ്പോഴല്ലേ സമീപത്ത് വരാൻ സാധിക്കും, അപ്പോഴല്ലേ മാല റെഡി ആവുള്ളൂ. ഏസി സ്റ്റേജ് തക്ക് പਹੁഞ്ചന അർത്ഥാത് സമാൻ ബന്ന, അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തണം, അഥവാ സമാനമാകണം. 108 ദാന 107 സേ തോ മിലേഗാന, 108ാമത്തെ മണി 107ാമത്തെ മണിയുടെ കൂടെ ചേരണ്ടേ. അപ്പോൾ 107ാമത്തെ മണിയുടെ സമാനാവണ്ടേ 108ാമത്തതിന്. ഉൻ ജേസി വിശേഷത ബി ആ ജായ, അപ്പോൾ 107ാമത്തെ മണിയിലുള്ള വിശേഷത 108ാമത്തെ മണിയിൽ വരുന്ന ആത്മാവിനും ഉണ്ടാവണം. തോ ബി മാല തയ്യാർ ഹോ ജായേഗ. ഇനി ആ 107ാമത്തെ മണിയുടെ സമാനമായിട്ട് 108ാമത്തെ മണി ആയാൽ പോലും മാല റെഡിയാവും. അത്രയെങ്കിലും ആയാൽ, ഈശ്വര സമാനമൊന്നും ആവണ്ട, ആ 107ാമത്തെ മണിക്ക് സമാനെങ്കിലും ആവണം. അപ്പം വിനാശം വരും. സത്യകുമാരി അതിന് ശേഷം നമ്പർ വാർത്ത ഹോനഹി ഹെ സംജ. നമ്പർ വാറാണ്, എല്ലാവരും ഒന്നും നമ്പർ 1 അല്ല. മാലയിലെ മണികൾ എന്ന് പറയാൻ കാരണം അല്ല, ഈ ട്യൂബ് എന്ന് പറഞ്ഞേനെ എല്ലാവരും ഒരുപോലെയാണെങ്കിൽ മണിയല്ലേ, ഓരോ മണിയും തനിത്തന്നെയാണ്, ഓരോ മണിയും വിശേഷത വേറെ വേറെയാണ്. അതുകൊണ്ട് അങ്ങനെ ആവണം. നമുക്ക് തൊട്ട് മുമ്പുള്ള മണിക്ക് സമാൻ നമ്മളാവണം. മനസ്സിലായില്ലേ. ബാപ് തോ കഹെങ്കെ അബി കോയി ഹേ ഗ്യാരണ്ടി കർണേ വാല കി ഹാ സബ് തയ്യാർ ഹെ. 108 മണികൾ റെഡിയാണ് ബാബ എന്ന് ഉറപ്പോടെ, നിശ്ചയത്തോടെ, ഉറപ്പോടെ, ഗ്യാരണ്ടി ആയിട്ട് പറയാൻ ആരെങ്കിലും ഉണ്ടോ, റെഡിയായെന്ന് പറയാൻ? ബാബ ചോദിക്കുകയാണ്. ബാപ് ദാദാക്കോ തോ സെക്കൻഡ് ലഗത്താ ഹെ. ബാപ് ദാദയ്ക്ക് 1 സെക്കൻഡ് മതി പറയാൻ. എല്ലാ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് ബാബയ്ക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ പറയാൻ പറ്റും. 108 ആയിട്ടില്ല, അതുകൊണ്ടാണ് വിനാശം വരാത്തത്. കുട്ടികൾ പറഞ്ഞ 108 റെഡി ആയിന്നൊന്ന് പറഞ്ഞ് നോക്കട്ടെ, ഉറപ്പായിട്ട്, ഗ്യാരണ്ടി ആയിട്ട്. ദൃശ്യ ദിക്കാത്തേന താലി ബജായി ഓർ പരിയ ആ ഗൈ. അങ്ങനെ ഭക്തി മാർഗത്തിൽ ദൃശ്യം കാണിക്കാറുണ്ട്, ക്ലാപ്പ് ചെയ്ത ഉടനെ മാലാഹകൾ വന്നു, അങ്ങനെ കാണിക്കുന്നത്. അച്ഛാ ചാറോ ഓർക്കെ പരം പൂജ്യ ശ്രേഷ്ഠ ആത്മാവോക്കോ. അങ്ങനെ ലോകത്തിൻ്റെ ഓരോ കോണിലുള്ള പരമപൂജനീയരായ ശ്രേഷ്ഠ ആത്മാക്കളായ നിങ്ങൾക്ക് സർവസമ്പൂर्ण पवित्रता के लक्ष्य तक पहुँचने वाली तीव्र पुरुषार्थी
സമ്പൂർണ്ണ പവിത്രത എന്ന ലക്ഷ്യം വരയ്ക്കും എത്തിച്ചേരുന്ന എല്ലാ തീവ്ര പുരുഷാർത്ഥികളായ കുട്ടികൾക്കും ആത്മാക്കൾക്ക് സദാ ഹർ കർമ്മ വിധിപൂർവ്വക് കർമ്മ കർണേ വാലി ഓരോ കർമ്മവും വിധി പ്രകാരം ചെയ്തിട്ട് സിദ്ധി സ്വരൂപരാകുന്ന ആത്മാക്കൾക്ക് സദാ ഹർ സമയം പവിത്രത കെ ശൃംഗാരമേ സജീ ഹുയി വിശേഷാത്മാവും സദാ പവിത്രതയാകുന്ന അലങ്കാരം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന വിശേഷാത്മാക്കളെ നിങ്ങൾക്ക് ബാബ്ദാദ സ്നേഹം നിറഞ്ഞ ഓർമ്മകളും നമസ്കാരങ്ങളും നൽകുന്നു, സ്വീകരിച്ചാലും. ഇനി ബാബ പാർട്ടിയോട് സംസാരിക്കണം. വിശ്വമേ സബ്സേ ജാദ ശ്രേഷ്ഠ ഭാഗ്യവാൻ അപ്പനെക്കോ സമസ്തേ. ലോകത്തിൽ ഇത്ര ആൾക്കാരുണ്ട്, 800 കോടി ആൾക്കാരുണ്ട്, അതിൽ ഏറ്റവും ഭാഗ്യശാലി, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആത്മാ ഞാനാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? സാരാ വിശ്വ ജിസ് ശ്രേഷ്ഠ ഭാഗ്യ കെ ലിയേ പുകാർ രഹാ ഹെ കി ഹമാരാ ഭാഗ്യ കുൽ ജായേ. മുഴുവൻ ലോകവും ഏത് ശ്രേഷ്ഠ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണോ വിളിക്കുന്നത്? എൻ്റെ ഭാഗ്യം എൻ്റെ ഭാഗ്യരേഖ ഉദിക്കണം, എൻ്റെ ഭാഗ്യം ഒന്ന് ഉദിക്കണം, എൻ്റെ ഭാഗ്യം ആരംഭിക്കണം, ഭാഗ്യത്തിൻ്റെ കാലം എന്ന് ആഗ്രഹിക്കണം അവർ. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയം ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്സേ ബഡി ഖുഷിക്ക് ബാത്ത് ഓർ ക്യാ ഹോഗി. ഇതിനേക്കാൾ സന്തോഷത്തിന് വേറെ എന്ത് വേണം? അതിനേക്കാൾ സന്തോഷമുള്ള തരുന്ന കാര്യം വേറെ എന്താ ഉള്ളത്? ഭാഗ്യവിധാതാവ് തന്നെ നിങ്ങളുടെ അച്ഛനാണ്. ആ ലഹരി ഉണ്ടോ നിങ്ങൾക്ക്? ജിസ്കാ നാം ഹി ഹേ ഭാഗ്യവിധാത ഉസ്കാ ഭാഗ്യ ക്യാ ഹോഗ. ആരുടെ പേര് തന്നെ നമ്മളും ഭാഗ്യവിധാതാവാം. ശിവബാബ ഭാഗ്യവിധാതാവാം. നമ്മളും എത്ര പേരുടെ ഭാഗ്യം ഉണ്ടാക്കാൻ നിമിത്തമാണ്. അപ്പോൾ ആരുടെ പേര് തന്നെ ഭാഗ്യവിധാതാവാണോ അവരുടെ ഭാഗ്യം എത്ര ശ്രേഷ്ഠമായിരിക്കും. ഈസേ ബടാ ഭാഗ്യ കൊയ് ഹോ സക്താ ഹെ. അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ എന്തെങ്കിലും ഉണ്ടാവും? ഈശ്വരനെ കിട്ടി, ഇനി എന്ത് വേണം? എപ്പോഴും ഭഗവാനെ കിട്ടി, എല്ലാം കിട്ടി. ഭാഗ്യം എന്ന് വെച്ചാൽ അതല്ലേ അർത്ഥം. എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? तो सदा यही खुशी रहे कि भाग्य तो हमारे जन्म सिद्ध अधिकार हो गया. അവിടെ നിങ്ങൾക്ക് ആ സന്തോഷം ഉണ്ടായിരിക്കണം, ഭാഗ്യം എൻ്റെ ജന്മസിദ്ധ അധികാരമാണ് എന്ന്. ബാപ്കെ പാസ് ജോ ബി പ്രോപ്പർട്ടി ഹോത്തി ഹെ ബച്ചെ ഉസ്കെ അധികാരി ഹോത്തെ ഹെ. ബാബടുത്ത് എന്ത് സമ്പത്താണോ ഉള്ളത് കുട്ടികൾ അതിന് അധികാരികളാണ്. तो ഭാഗ്യ വിധാത കെ പാസ് ക്യാ ഹെ. ഭാഗ്യ വിധാതാവിൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഭാഗ്യ കാ ഖജാന, ഭാഗ്യത്തിൻ്റെ ഖജനാവ്. ഉസ് ഖജാനെ പർ ആപ്ക അധികാർ ഹോ ഗയ. ബാബയുടെ അടുത്ത് എന്തുണ്ട്? അത് മക്കൾക്ക് സ്വന്തമല്ലേ. അതുകൊണ്ട് ബാബയുടെ അടുത്ത് ഭാഗ്യത്തിൻ്റെ ഖജനാവുണ്ട്, കുട്ടികൾ അതിൻ്റെ അവകാശികളാണ്. തോ സദൈവ് വാ മേരാ ഭാഗ്യ വാ ഭാഗ്യവിധാത ബാബ്. അതുകൊണ്ട് എപ്പോഴും എന്ത് പാട്ട് പാടണം? സദാ മനസ്സിൽ ഈ പാട്ട് മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. ആഹാ എൻ്റെ ഭാഗ്യം, ആഹാ ആഹാ ഭാഗ്യവിധാതാവായ എൻ്റെ അച്ഛൻ, ആഹാ. യഹി ഗീത് ഗാത്തെ കുഷിമേ ഉടുത്തേ രഹോ. ഈ ഗീതം പാടി സന്തോഷത്തിൽ പറന്നുകൊണ്ടിരിക്കും. ജിസ്കാ ഇतना ശ്രേഷ്ഠ ഭാഗ്യ ഹോ ഗയാ ഹെ ഉസ്കോ ഓർ ക്യാ ചാഹിയേ. ആർക്കാണോ എത്ര ശ്രേഷ്ഠ ഭാഗ്യം കിട്ടിയത് അവർക്കിനി വേറെന്താ വേണ്ടത്? ഭാഗ്യമേ സബ് കുച്ച് ആ ഗയാ. ഭാഗ്യം എന്ന് പറയുമ്പോൾ എല്ലാം വന്നു കഴിഞ്ഞു. ഭാഗ്യവാൻ കെ പാസ് തൻ മൻ ധൻ ജൻ സബ് കുച്ച് ഹോത്താ ഹെ. ഭാഗ്യശാലി എന്ന് ആരെയും പറയാം? ആർക്കാണോ നല്ല ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉള്ള നല്ല ശരീരം, നല്ല നിറമുണ്ട്, നല്ല ഹൈറ്റും വെയ്റ്റും എല്ലാം ഉണ്ട്. പിന്നെ തൻ എന്ന് വെച്ചാൽ ശരീരം, മൻ നല്ല മനസ്സ്, പോസിറ്റീവായിട്ടുള്ള മനസ്സ്, സമാധാനവും ശാന്തിയുള്ള മനസ്സ്. ധനം, ആർക്കാണോ ഇഷ്ടം പോലെ ധനമുണ്ട്, ഒന്നിനും കുറവില്ല, നാളെ എന്ത് ചെയ്യണം ചിന്തിക്കേണ്ട ഗതികേട് അവർക്കില്ല. ജൻ എല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മയും ജ്യേഷ്ഠനും ചേച്ചിയും മനിയനും മനയത്തെയും ഭാര്യയും ഭർത്താവും മക്കളും പേരക്കുട്ടിയും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ളവരെ എന്ത് പറയാം? ഭാഗ്യശാലി എന്ന്. ശ്രേഷ്ഠ ഭാഗ്യ അർത്ഥാത് അപ്രാപ്ത കൊയ് വസ്തു നഹി. ശ്രേഷ്ഠ ഭാഗ്യം എന്താർത്ഥം? അപ്രാപ്തമായിട്ട് ഒന്നും തന്നെ ഇല്ല. കൊയ് അപ്രാപ്തി ഹേ. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രാപ്തി ഉണ്ടോ? മക്കാൻ അച്ഛാ ചായേ, കാർ അച്ചി ചായേ, നല്ല വീട് വേണം, നല്ല കാറ് വേണം എന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. ജിൻകോ മൻ കി ഖുഷി മിൽ ഗയി ഉസേ സർവപ്രാപ്തി ഹോ ഗയി. ആർക്കാണോ മനസ്സിന് സന്തോഷം കിട്ടിയത്, ഉണ്ടെങ്കിലും സന്തോഷം ഇല്ലെങ്കിലും സന്തോഷം. കാർ തോ ക്യാ ലേക്കിൻ കാരൂൺ കാ ഖജാന മിൽ ഗയ. കാറാണോ? കാർ അവിടെ ഇരിക്കട്ടെ, നമുക്ക് കുബേരൻ്റെ ഖജനാവാണ് കിട്ടിയിരിക്കുന്നത്, എന്ത് വേണോ വാങ്ങാം. കൊയ് അപ്രാപ്ത വസ്തു ഹി നഹി ഹെ. അപ്രാപ്തമായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ഏസേ ഭാഗ്യവാൻ ഹോ. അത്രത്തോളം ഭാഗ്യശാലികളാണ് നിങ്ങൾ. വിനാശി ഇച്ഛാ ക്യാ കറേങ്കെ. വിനാശിയായിട്ടുള്ള വസ്തുവിനോട് നമുക്ക് വല്ല ഇച്ഛയുണ്ടോ? തോ ആജ് ഹേ കൽ ഹേ നഹി. ഈ സാധനമൊക്കെ ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവില്ല. ഗുജറാത്തിൽ കച്ച് ഭുജിൽ ഭൂകമ്പം വന്നപ്പോൾ കറോഡ് പതി റോഡ് പതി ഹോ ഗയ എന്നാണ് പത്രത്തിൽ വന്നത്. കോടീശ്വരന്മാർ റോഡിൽ ഇരിക്കുന്നവരായിട്ട് മാറിയെന്ന്.
കടകളൊക്കെ തകർന്നു, സാധനങ്ങളൊക്കെ ആരൊക്കെ വാരി എടുത്തുകൊണ്ട് പോയി, ഒന്നുമില്ലാണ്ട് വെറും വട്ടപൂജയായിട്ട് മാറിയല്ല. ജോ ആജ് ഹേ കൽ ഹേ ഹി നഹി, ഇന്നുണ്ടെന്ന് ഉള്ളത് നാളെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഉസ്കി ഇച്ഛ ക്യാ കറെങ്കി, അത് ഏതാണോ ഇന്നുണ്ട് നാളെ ഇല്ല, അതിനെ നമ്മളിതിനാ ഇച്ഛ അത് കിട്ടാൻ വേണ്ടി ഇതിനെ ആഗ്രഹിക്കുന്നത്. സദാ അവിനാശി ഖജനയ്ക്ക് ഖുഷിയോമേ രഹും, സദാ അവിനാശിയായിട്ടുള്ള ഖജനാവിൻ്റെ സന്തോഷം അനുഭവിക്കും. ജോ അബ് ബി ഹേ ഓർ സാത്ത് മേ ബി ചലേഗ, ഇപ്പോഴും ഉണ്ട് പിന്നെ കൂടെ വരികയും ചെയ്യും. ഏ മക്കാൻ കാർ വ പൈസ സാത്ത് നെഹി ചലേങ്കെ, നമ്മൾ മരിച്ചു പോകുമ്പം ഈ ബിൽഡിംഗ് നമ്മുടെ കൂടെ വരും, കാറ് കൂടെ വരും, സമ്പത്ത് കൂടെ വരും, ഇതൊന്നും കൂടെ വരില്ല. പക്ഷേ ശിവബാബടുത്തു നിന്ന് നമ്മൾ സമ്പാദിച്ച ഈ പുണ്യ ഭാഗ്യമായിട്ട് എല്ലാ ജന്മവും നമ്മുടെ കൂടെ വരും. വേണ്ട സമയത്ത് ആ ഭാഗ്യം ഉണരും, അനേക ജന്മം കൂടെ വരും. കൊയ് ചീൻ നഹി സക്ത, ആരും തട്ടിപ്പറിച്ചെടുക്കാൻ പറ്റില്ല. കൊയ് ലൂട്ട് നഹി സക്ത, ആർക്കും കൊള്ളയടിക്കാൻ സാധിക്കില്ല. സ്വയം ബി അമർ ബൻ ഗയെ ഓർ ഖജാനെ ബി അവിനാശി മിൽ ഗയെ, നിങ്ങളും അമരന്മാരായി, അവിനാശിയായിട്ടുള്ള ഖജനാവും കിട്ടി. ജനം ഈ ശ്രേഷ്ഠ പ്രാരബ്ധ സാത്ത് രഹേഗി, ജന്മജന്മാന്തരം ഈ ശ്രേഷ്ഠ ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കിറ്റ്നാ ബടാ ഭാഗ്യ ഹെ, എത്ര വലിയ ഭാഗ്യമാണ്. ജഹാൻ കോയി ഇച്ഛാ നഹി, ഇച്ഛാ മാത്രം അവിദ്യ ഹെ, അവിടെ നമുക്ക് യാതൊരു ഇച്ഛയില്ല, ഇച്ഛാ മാത്രം അവിദ്യ എന്ന അവസ്ഥയാണ് നമുക്കവിടെ. എന്തെങ്കിലും ഒന്ന് ആശിക്കേണ്ട ആവശ്യമില്ല, എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്. ഇല്ലെങ്കിലല്ലേ അത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആശിക്കാം, എല്ലാം ഉണ്ട്. ऐसे ശ്രേഷ്ഠ ഭാഗ്യവിധാത ബാപ് ദ്വാര പ്രാപ്ത് ഹോ ഗയ, സാക്ഷാത് സ്വയം ഭാഗ്യവിധാതാവായിട്ടുള്ള അച്ഛൻ തന്നെ നേരിട്ട് നിങ്ങൾക്ക് ഈ ഭാഗ്യം തന്നു കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് ഗ്രൂപ്പിനോട് ബാബ സംസാരിക്കുകയാണ്. अपने को बाप के समीप रहने वाली ശ്രേഷ്ഠ ആത്മാ അനുഭവ करते हो, ബാബയുടെ സമീപത്തിരിക്കുന്ന ശ്രേഷ്ഠ ആത്മാവാണ് ഞാൻ എന്ന് അനുഭവിക്കുന്നുണ്ടോ? ബാപ്കെ ബൻഗെ വ ഖുഷി സദാ രഹത്തി ഹെ, ബാബയ്ക്ക് സ്വന്തമായി എന്ന സന്തോഷം സദാ ഉണ്ടോ? ദുഃഖിക്ക് ദുനിയാസെ നിക്കൽ സുഖിക്ക് സംസാരമേ ആകെ, ദുഃഖത്തിൻ്റെ ലോകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് സുഖത്തിൻ്റെ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞു. ദുനിയ ദുഃഖമേ ചിലാ രഹി ഹെ, ലോകം ദുഃഖത്തിൽ മുറ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർ ആപ്പ് സുഖിക്കെ സംസാരമേ സുഖിക്കെ ജൂലമേ ജൂൽ രഹേ ഹും, നമ്മളാണെങ്കിലോ സുഖത്തിൻ്റെ ലോകത്തിൽ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. കിറ്റ്ന അന്തർ ഹെ, എന്ത് വ്യത്യാസമാണ്. ദുനിയ ഡൂണ്ട് രഹി ഹെ ഓർ ആപ്പ് മിലൻ മനാ രഹേ ഹോ, ലോകം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളാണെങ്കിൽ മിലനം ആഘോഷിക്കുകയാണ്. തോ സദാ അപ്പനെ സർവ്വപ്രാപ്തിയും കോ ദേഖ് ഹർഷിത് രഹോ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സർവ്വപ്രാപ്തികളെയും കണ്ട് സന്തോഷം അനുഭവിക്കും. ക്യാ ക്യാ മിലാ ഹെ, എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഉസ്കി ലിസ്റ്റ് നിക്കാലോ തോ ബഹുത് ബഡി ലംബി ലിസ്റ്റ് ഹോ ജായേഗി, ലിസ്റ്റ് എടുത്ത് നോക്കിയേ വലിയ ലിസ്റ്റാകും. ഇനി ഭഗവാനെ കിട്ടിയപ്പോൾ മുഴുവൻ ലോകവും കിട്ടിക്കഴിഞ്ഞു നമുക്ക്. തന്മേ ബി ഖുഷി മിലി, ദേഹത്തിന് സന്തോഷം കിട്ടി. തോ തൻ കി തന്ദുരുസ്തി ഹെ, സന്തോഷം വരുമ്പോൾ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും. മൻമേ ശാന്തി മിലി, മനസ്സിന് ശാന്തി കിട്ടി. തോ ശാന്തി മൻ കി വിശേഷത ഹെ, മനസ്സിൻ്റെ വിശേഷതയാണ് ശാന്തി, അല്ലേ, നമ്മുടെ മനസ്സിപ്പോൾ ശാന്തമായി. ഓർ ധൻ മേ ഇത്നി ശക്തി ആയി ജോ ദാൽ റൊട്ടി 36 പ്രകാർ കെ സമാൻ അനുഭവ് കർത്തെ, ധനത്തിന് അത്ര ശക്തിയുണ്ട്. ഇപ്പം വെറും ചപ്പാത്തിയും ഒരു കപ്പ് ദാലും കറിയും പരിപ്പ് കറിയാണെങ്കിലും 36 വെറൈറ്റി ഭോജനം കഴിച്ച പോലെ തൃപ്തിയാണ് നമുക്കിപ്പം. ഒരു കഞ്ഞിയും ചമ്മന്തി ആണെങ്കിലും ഒരു കഞ്ഞിയും മെഴുക്കുവരട്ടിയാണെങ്കിൽ പോലും 36 വെറൈറ്റി ഭോജനം കഴിച്ച സംതൃപ്തിയാണ്. അത്ര ശക്തി നമ്മുടെ സമ്പത്തിന് വന്നു കഴിഞ്ഞു. ഈശ്വരീയ യാദമേ ദാൽ റൊട്ടി ബി കിഡ്നി ശ്രേഷ്ഠ ലക്തി ഹെ, ആൾക്കാർ കൈക്കൂലിയൊക്കെ വാങ്ങി ആൾക്കാരെ വഞ്ചിച്ചും പറ്റിച്ചും ഒക്കെ സമ്പാദിക്കുന്നവർക്ക് എന്തൊക്കെ കഴിച്ചാലും പോരാ. കഷ്ടപ്പെട്ട് സമ്പാദിക്കാത്ത കാശായതുകൊണ്ട് ദൂർത്തടിച്ചിട്ട് അവർ ജീവിക്കുന്നത്, എന്നിട്ട് തൃപ്തിയുണ്ടോ, സന്തോഷമുണ്ടോ? നമ്മുടെ സത്യത്തിൻ്റെ സമ്പത്താണ്, അല്ലെ, സത്യമായിട്ടുള്ള മെത്തേഡിൽ സമ്പാദിക്കുന്ന ധനമാണ്. അതുകൊണ്ടാണ് ഒരു കഞ്ഞിയും ചമ്മന്തി ആണെങ്കിൽ എന്ത് ടേസ്റ്റ്, എന്ത് രുചിയാണ് നമുക്ക്. ഈശ്വരൻ്റെ ഓർമ്മയും നമ്മൾ ചപ്പാത്തിയും റൊട്ടിയും കഴിക്കുകയാണെങ്കിൽ മൃഷ്ടാന്ന ഭോജനം കഴിച്ച പോലെ, സദ്യ കഴിച്ചതുപോലെ തൃപ്തി കിട്ടും. ദുനിയ കെ 36 പ്രകാർ ഹോ ഓർ ആപ്കി ദാൽ റൊട്ടി ഹോ തോ ശ്രേഷ്ഠ ക്യാ ഹോഗ, ലോകത്തിലെ ആൾക്കാർ 36 വെറൈറ്റി ഭക്ഷണം കഴിക്കുന്നുണ്ട്, നിങ്ങൾ വെറും ചപ്പാത്തിയും ദാല് കറിയും മാത്രമേ കഴിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചോറും കുറച്ച് സാമ്പാറും എന്തെങ്കിലും ഒരു കറിയായിട്ട് കഴിക്കാതിരിക്കട്ടെ, അത്രയേ ഉള്ളൂ. ഏതാ ഏറ്റവും ശ്രേഷ്ഠം? നമ്മുടേത് ബ്രഹ്മഭോജനമാണ്, സാത്വിക ആഹാരമാണ്. അവരുടേത് സാധാരണ ആഹാരം, വെജിറ്റേറിയൻ ആണെങ്കിൽ തന്നെ വെജിറ്റേറിയൻ ആണത്, നമ്മുടെ സാത്വികമാണ്, അല്ലേ, വ്യത്യാസമില്ലേ. ദാൽ റൊട്ടി അച്ഛ ഹെന്ന ക്യോങ്കി പ്രസാദ് ഹെന്ന, നമ്മുടെ ഈ ദാൽ റൊട്ടി തന്നെയാണ് ഏറ്റവും അതിനേക്കാളൊക്കെ നല്ലത്. എന്ന് വെച്ചാൽ ഇത് പ്രസാദമാണ്, ബാബയ്ക്ക് ഭോഗ് വെച്ച് ബാബയുടെ എനർജി അതിൽ നിറഞ്ഞിട്ടുണ്ട്, പ്രസാദമാണ്.
ജബ് ഭോജൻ ബനാത്തെ ഹോ തോ യാദ് മേ ബനാത്തെ ഹോ. ആഹാരം ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾ ബാബയുടെ ഓർമ്മയിലാണ് ഉണ്ടാക്കുന്നത്. ആഹാരം ഉണ്ടാക്കാനായിട്ട് സമ്പാദിക്കുന്ന സമ്പത്തും സത്യത്തിൻ്റെ ധനമാണ് സമ്പാദിക്കുന്നത്. സാധനം വാങ്ങാൻ പോണവരും ബ്രാഹ്മണരാണ്. ബ്രഹ്മചര്യമൊക്കെ പാലിച്ച് രാവിലെ അമൃതവേള എഴുന്നേറ്റ് യോഗ ചെയ്ത് മുരളിക്കേട്ട് അങ്ങനെയുള്ളവരാ വാങ്ങാൻ പോണത് തന്നെ. ഉണ്ടാക്കുന്നവരങ്ങനെയാണ്. പിന്നെ ബാബയ്ക്ക് ഭോഗ് വെച്ചിട്ട് വിളമ്പുന്നതും അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ സാധനം വാങ്ങുമ്പോൾ മുതൽക്ക് വിളമ്പുന്നത് മുതൽക്ക് കഴിക്കുമ്പോഴും ബാബയുടെ ഓർമ്മയിലാണ് കഴിക്കുന്നത്. അതുകൊണ്ട് അതിൽ ബാബയുടെ ഓർമ്മയുണ്ട്. യാദ്യമേ കാത്തേഹത്തോ പ്രസാദ് ഹോകയാ. ബാബ ഓർമ്മിച്ചിട്ടാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രസാദമായി. പ്രസാദ് കാ മഹത്വ ഹോത്താ ഹെ. പ്രസാദത്തിന് മഹത്വമുണ്ട്. ആപ് സഭി രോജ് പ്രസാദ് കാത്തെ ഹോ. നിങ്ങളെല്ലാവരും ദിവസവും പ്രസാദം കഴിക്കുന്നവരാണ്. പ്രസാദമേ കിത്നി ശക്തി ഹോത്തി ഹെ. പ്രസാദത്തിന് എത്ര ശക്തിയുണ്ട്? തോ തൻ മൻ ധൻ സഭീമേ ശക്തി ആ ഗൈ. അതുകൊണ്ട് നിങ്ങളുടെ ദേഹം, മനസ്സ്, ധനം എല്ലാറ്റിലും ശക്തി നിറഞ്ഞിട്ടുണ്ട്. इसलिए कहते हैं अप्राप्त नहीं कोई वस्तु ബ്രാഹ്മണോ കെ ഖജാന में. അതുകൊണ്ട് എന്താ പറയുന്നത്? ബ്രാഹ്മണരുടെ ഖജനാവിൽ അപ്രാപ്തമായിട്ട് ഒന്നും തന്നെ ഇല്ല. तो सदा इन प्राप्तियों को सामने रख खुश रहो. അതുകൊണ്ട് സദാ ഈ പ്രാപ്തികളെ മുന്നിൽ കണ്ടുകൊണ്ട് സന്തോഷമായിട്ടിരിക്കും. ഹർഷിത് രഹോ. മുഖം എപ്പോഴും പ്രസന്നമായിരിക്കണം. अच्छा वरदान कर्म द्वारा ഗുണോ കാ ദാൻ കർണേ വാലെ ഡബിൾ ലൈറ്റ് ഫരിസ്ത ഭവ. കർമ്മത്തിലൂടെ ഗുണങ്ങൾ ദാനം ചെയ്യുന്ന ഡബിൾ ലൈറ്റ് ഭാരഹിതമായിട്ടിരിക്കുന്ന മാലാഖയായി ഭവിക്കൂ. ജോ ബച്ചെ കർമ്മണ ദ്വാര ഗുണോ കാ ദാൻ കർത്തെ ഹെ. കർമ്മത്തിലൂടെ ഗുണദാനം ചെയ്യുന്ന കുട്ടികൾ അവരെ പെരുമാറ്റത്തിലും മുഖത്തിലൊക്കെ മാലാഖകളെ പോലെ കാണാൻ പറ്റും. നടക്കുന്നതും സംസാരിക്കുന്നതും കഴിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം സാക്ഷാത് മാലാഖ ഇറങ്ങി വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഉണ്ടാവും. ഡബിൾ ലൈറ്റ് ആയിരിക്കും. മുഖത്ത് പ്രകാശം ഉണ്ടായിരിക്കും. ഭാരരഹിതമായിട്ടുള്ള അവസ്ഥ അവരും അനുഭവിക്കും, മറ്റുള്ളവർക്ക് അത് അനുഭവിക്കാൻ പറ്റും അവരിൽ നിന്ന്. ഉന്നെ കോയി ഭി ബോജ് മെഹ്സൂസ് നഹീ ഹോത്താ. അവർക്കൊന്നും ഭാരമായിട്ട് തോന്നാറേയില്ല. ഹർ കർമ്മേ മദത് കി മെഹ്സൂസ്ത ഹോത്തി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ കർമ്മത്തിലും ഭഗവാന്റെ സഹായം അവരനുഭവിക്കുന്നുണ്ട്. ജैसे कोई ശക്തി ചലാ രഹി ഹെ. ഏതോ ഒരു ശക്തിയാണ് ഞങ്ങളെ നടത്തുന്നത് എന്നവർക്കറിയാം. ഹർ കർമ്മ ദ്വാര മഹാദാനി ബന്നേക്ക് കാരൻ. ഓരോ കർമ്മത്തിലൂടെയും മഹാദാനി ആകുന്നത് കൊണ്ട് ഉന്നെ സർവ്വക്ക് ആശീർവാദ്, എല്ലാവരുടെ അനുഗ്രഹം അവർക്ക് കിട്ടുന്നുണ്ട്. വാ സർവ്വക്ക് വരദാനോക്ക് പ്രാപ്തിക്ക് അനുഭവം ഹോത്താ ഹെ. എല്ലാവരുടെയും വരദാനങ്ങൾ അവർക്ക് ലഭിക്കുന്നതായിട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം അവർക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാവരുടെയും വരദാനം കിട്ടുന്നതായിട്ട് അവർ അനുഭവിക്കാറുണ്ട്. സ്ലോഗൻ സേവാമേ സഫലതാക്ക സിതാര ബനോ കംജോർ നിഹി. സേവയിൽ സഫലതയുടെ നക്ഷത്രമായിട്ട് മാറും. ദുർബലരാകരുത്. അല്ല, നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി. ബാബയുടെ ഹെൽപ്പുണ്ട്. നമ്മൾ ധൈര്യമായിട്ടൊരു ചൂട് വയ്ക്കണം. അപ്പോൾ ബാബയുടെ ഹെൽപ്പുണ്ട്. നമ്മൾ ബാബയുടെ വീട് പണിയുമ്പോൾ തന്നെ ഇത്ര വലിയ വീട് എങ്ങനെ പണിയുന്ന ഒരു പൈസയുടെ അത്ര സ്രോതസ്സുണ്ടല്ലോ. സ്ഥലം വാങ്ങുമ്പോൾ പോട്ട് കയ്യിൽ ഒരു ചില്ലി കാശ് കയ്യിലാണ്ട സ്ഥലം നോക്കാൻ നടക്കുന്നത്. ബാബയുടെ ഹെൽപ്പുള്ളതുകൊണ്ട് എല്ലാം നടക്കും. അതുകൊണ്ട് സേവയിൽ വിജയത്തിൻ്റെ നക്ഷത്രമായി തിളങ്ങണം. ദുർബലരാകരുത്. നമ്മൾ ധൈര്യമായിട്ട് സ്റ്റെപ്പ് വെച്ചാൽ മതി. ബാക്കി ബാബ ചെയ്തോളൂ. അച്ഛാ, ഓം ശാന്തി. ബാബയെ ഓർമ്മിക്കാം. അപ്പം ഈ ആഴ്ച മുഴുവൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ബ്രാഹ്മണരുടെ വിശേഷ അലങ്കാരം തന്നെ പവിത്രതയാണ്. പവിത്രത മനസ്സ, വാച, കർമ്മണ, ദൃഷ്ടി, ഭാവം, സംബന്ധ, സമ്പർക്കം എല്ലാത്തിലും പവിത്രത കാണണം. നമ്മുടെ അടുത്ത് വരുന്നവർക്ക് അത് അനുഭവിക്കാൻ സാധിക്കണം. നമ്മുടെ കണ്ണിൽ ആ തിളക്കം, പവിത്രത ഉണ്ടെങ്കിൽ തിളക്കം ഉണ്ടാവുള്ളൂ. ബാബ നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. വെളിച്ചമില്ലെങ്കിൽ ലോകമേ ഇല്ല. അവർ നിങ്ങളില്ലെങ്കിൽ ലോകമില്ല. നിങ്ങൾ ഈ ഭൂമിയുടെ വെളിച്ചമാണ്, സൃഷ്ടിയുടെ വെളിച്ചമാണ്, പ്രകാശമാണ്. നിങ്ങൾ അമൂല്യമാണ്. സാധാരണ എല്ലാവരെ പോലെ അല്ല. അപ്പോൾ 108 മണിയിൽ വരത്തക്ക അളവിൽ നമ്മൾ പുരുഷാർത്ഥം ചെയ്യണം. വിനാശം എപ്പോഴും ചോദിക്കുകയല്ല വേണ്ട. 108 മണികൾ റെഡിയായി വിനാശം ഉടനെ വരും. സത്യുഗം എപ്പോഴും ചോദിക്കുകയല്ല വേണ്ട. വിനാശം വന്നാൽ സത്യുഗം വരും ഉടനെ. അത് കഴിഞ്ഞ് ഉടനെ സത്യുഗം വരും. ഒട്ടും സമയമെടുക്കില്ല. പറയണേ എനിക്കൊന്ന് ക്ലാപ്പ് ചെയ്താൽ മതി. പ്രകൃതി റെഡിയാണ്, ആൾക്കാർ റെഡിയാണ്, പൊളിറ്റീഷ്യൻസ് റെഡിയാണ്, സയൻറ്റിസ്റ്റ് റെഡിയാണ്, എല്ലാം റെഡിയാണ്. നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി. ഒന്ന് ക്ലാപ്പ് ചെയ്യേണ്ട താമസം. സത്യുഗം വരും. അപ്പോൾ നമ്മൾ റെഡിയാവണം. ഓം ശാന്തി. ബാബ ഓർമ്മിക്കാം.